വഴികളെയും വാതിലുകളെയും തുറക്കുന്ന ദൈവമാണല്ലോ. വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വലിയ വഴിത്തിരിവുകളെ ചെയ്യുന്ന ദൈവമാണ്. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ പാപത്തിനോ ശാപത്തിനോ ഞാൻ അടിമയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമത്രേ. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസ്സോടെ ഇരുന്ന് സമൃദ്ധി അനുഭവിക്കും. ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ ക്രിസ്തുവിൽ ബഹുസമ്പന്നനാണ്, വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, എടുക്കും തോറും വർദ്ധിക്കും. ആമേൻ. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ നമുക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും കുരുടന് കാഴ്ച കൊടുക്കുവാനും മുടന്തനെ എണീപ്പിക്കുവാനും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇങ്ങോട്ട് വരുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ബാക്കി തുടങ്ങേണ്ടതാണ്. ആ ചിന്ത ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞോട്ടെ. വചനത്താൽ ശരീരത്തെ പോഷിപ്പിക്കണം, വചനത്തെ ഭക്ഷിക്കണം, ആത്മാവിനോടുകൂടെ ആത്മാവിന്റെ കണക്ഷനാണ് പ്രാർത്ഥന. ജഡത്താലല്ല, ആത്മാവോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. വചനമെന്ന ആത്മാവ് ഭക്ഷിക്കണം. ആഹാരം വചനമെന്ന ആഹാരം ഭക്ഷിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ മെസ്സേജിന്റെ ഇന്നലെ കേട്ട സന്ദേശത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പറയുന്നത് കൊണ്ട് അത് തന്നെയാണ് എല്ലാത്തിന്റെ ആകത്തുക എന്നുള്ളത്. നമ്മൾ ഇന്നലെ കേട്ട വാക്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് ഉപവസിക്കണം എന്നുള്ള ചിന്തയാണ്. പലപ്പോഴും ഈ ലോകത്തിൽ അനേക തെറ്റിദ്ധാരണകൾ വന്ന രണ്ട് വിഷയമാണ് പ്രാർത്ഥന, രണ്ട് ഉപവാസം. ഭയങ്കര തെറ്റിദ്ധാരണകൾ മനുഷ്യന്റെ ഇടയിലേക്ക് വന്നതാണ്. പലപ്പോഴും ഞാൻ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാൻ ഞാൻ അധികം സമയങ്ങൾ മാറ്റിവെക്കാതെ വചനത്തിലേക്ക് തന്നെ വേഗത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 35-ാം വാക്യത്തിൽ യേശു കർത്താവിനെ പറ്റി പറയുന്നു, അതികാലത്ത് എഴുന്നേറ്റു. ഇരുട്ടുള്ള സമയം നോക്കി, ഇരുട്ടുള്ള സമയത്ത് അതികാലത്ത് ഇരുന്നോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. പല സമയത്തും പലരും ചോദിക്കാറുണ്ട്, ഈ രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഈ പല ടൈമുകൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. 3 മണി 2 മണി ഇരുട്ടിൻ്റെ സമയങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന്. ബൈബിളിൽ ഇവിടെ മാത്രമല്ല പഴയ നിയമ സങ്കീർത്തനങ്ങളിലും കാണാറുണ്ട് ഇരുട്ടോട് കൂടിയ സമയം, അതികാലത്തും എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിലും കാണാറുണ്ട്. രണ്ട് രീതിയിലാണ്. ഒന്ന് ക്വയറ്റായിട്ടുള്ളൊരു സമയമാണ്. ആ സമയം മറ്റാളുകൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. എന്താണ് ഈ ടൈമുകളെ പല ആളുകളും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ആത്മമനുഷ്യൻ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ നമുക്കകത്തൊരു വീണ്ടും ജനനം നടക്കുന്നു. വീണ്ടും ജനനം. നമ്മൾ മനുഷ്യൻ ജനിക്കുന്നത് പോലെ തന്നെ ഇതിന് വ്യത്യസ്തമായ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി ജനിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, കരങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയാണ്. ആത്മശരീരം എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് കേൾക്കാനും കാണാനും കഴിയുന്ന ഒരു ആത്മ മനുഷ്യൻ വീണ്ടും ജനിക്കുക. അതാണ് പല പ്രസംഗരും പറയാറില്ല, വീണ്ടും ജനിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ജനിച്ച് നമ്മുടെ അകത്തൊരു മനുഷ്യൻ ജനിക്കുക. ഈ മനുഷ്യനെ പറ്റി ഞാൻ വേഗത്തിലൊന്ന് ജമ്പ് ചെയ്യുവാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ അത് വന്നിട്ട് ഞാൻ പറയാം. 3-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ
അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നോക്കിക്കേ, ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ, രണ്ട് കാര്യമാണ്. ഒന്ന്, ആത്മാവിനാൽ അകത്ത മനുഷ്യൻ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെ അകത്തെ ഒരു മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. കണ്ടോ? അപ്പൊ ഒരു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുമതല എന്നാന്ന് ചോദിച്ചാൽ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. ഇത് വലിയൊരു ടാർഗറ്റാണ്. എന്തിനാണ് ഈ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തേണ്ടത്? ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിനെ പറ്റിയാണ് ഇത് പറഞ്ഞു വരുന്നത്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിനെ കർത്താൻ ഒരു ക്രൂശിക്കത്തില്ലായിരുന്നു. 8-ാം വാക്യം. 9-ാം വാക്യത്തിലേക്ക് പറയുമ്പോൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കും മനസ്സിലാകത്തില്ല. എന്നിട്ട് താഴേക്ക് ചില മർമ്മങ്ങളെ പൗലോസ് പറയുകയാണ്, നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവാത്മാവിനാൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കിക്കേ, ദൈവത്തിന്റെ ആത്മാവിനാൽ അത് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, ആത്മാവ് സകലത്തെയും അറിയുന്നു, ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. നോക്കി, ഒന്ന് ഞാൻ പറയുന്നു, അടുത്ത വാക്യം പറയുന്നു, മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആരും അറിയുന്നില്ല. ആ വണ്ണം തന്നെ ദൈവത്തിലുള്ളത് അറിയുവാൻ ദൈവാത്മാവിനല്ലാതെ ആർക്കും പറ്റത്തില്ല. അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന് നമ്മുടെ അകത്തുള്ള കാര്യങ്ങളെ അറിയാൻ പറ്റും. സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് നമ്മുടെ ഉള്ളറകളെ പരിശോധിക്കുന്ന വാക്കുകൊണ്ടോ. അപ്പൊ നമ്മുടെ അകത്ത മനുഷ്യന് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും. അതാണ് ഉള്ളറകളെ ശോധന ചെയ്യുന്നു എന്ന വാക്യം. ഉള്ളറകളെ ശോധന ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അകത്തുള്ള ആത്മാവിന് നമ്മുടെ അകമയുള്ള കാര്യങ്ങളെ, മുഴുവൻ കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഉപവസിക്കുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത്? നോക്കിക്കേ ഈ വാക്യം. അപ്പൊ ദൈവത്തിലുള്ളത് ദൈവാത്മാവിന് അറിയാം, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവിനും അറിയാം. ആമേൻ. ഇനി ദൈവത്തിന്റെ ആത്മാവ്, നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ സകലതും വെളിപ്പെടുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാനുകളെ പരിശുദ്ധാത്മാവിന് അറിയാം. പരിശുദ്ധാത്മാവ് ആരോടാ കമ്മ്യൂണിക്കേറ്റ് എന്നറിയാവോ? നമ്മുടെ ആത്മാവിനോട്. റോമാലേഖനത്തിലേക്ക് പറയുന്നു, ആത്മാവ് താൻ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു, സംസാരിക്കുന്നു. നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡ മനസ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്? അതായത് ഒരു മനുഷ്യന്റെ മനസ്സിനോട് പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പരിശുദ്ധാത്മാവ് അകത്ത മനുഷ്യൻ അഥവാ ഇന്നർ മാൻ, ഞാനിത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഞാൻ ഇപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ ഡെഡ് ബോഡി എന്ന് വിളിക്കും. നമ്മൾ പറയും ആള് പോയെന്ന് പറയും. പക്ഷെ ആൾ അവിടെ തന്നെ കിടപ്പുണ്ട് ഡെഡ് ബോഡി ആയിട്ട്. പക്ഷെ ആള് പോയി. അപ്പൊ ആരോ ഒരാൾ അവിടെ വസിച്ചിരുന്നു ആ ശരീരത്തിൽ. ഇന്നലെ വരെ നമ്മൾ ആ ശരീരത്തിലിരിക്കുന്ന വ്യക്തിയെ ആ വ്യക്തിയായി കണ്ടു. പക്ഷെ മരിച്ചപ്പോൾ ആ വ്യക്തി പോയെന്ന് പറയുന്ന ബോഡി അവിടെ തന്നെയുണ്ട്. അപ്പൊ ആരോ ഒരു വ്യക്തിത്വം ആ വ്യക്തിയുടെ അകത്തിരിക്കും. അതാണ് ഒറിജിനൽ. എന്റെ കൂടെ പറഞ്ഞോട്ടെ, ഒറിജിനൽ ആള് അകത്തിരിക്കുക എന്ന് പറ. നമ്മൾ ഈ കാണുന്ന കണ്ണും മൂക്കും വായുള്ള ആളല്ല ഒറിജിനല്. അകത്തൊരാളിരിപ്പുണ്ട്. ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ആണ് പുറത്ത് വെളിപ്പെടുന്നത്. നോക്കിക്കേ, ആ വ്യക്തിയാണ് ആത്മാവെന്ന് പറയുന്നത്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ദൈവം അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതി നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി, കണ്ണും മൂക്കും വായു എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് ജീവൻ കൊടുത്തത് ദൈവത്തിന്റെ ഉള്ളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറഞ്ഞത്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, ലൈറ്റ്. അപ്പൊ ദൈവത്തിൽ നിന്ന് വന്നതാണ് മനുഷ്യന്റെ ആത്മാവ്. അപ്പൊ ദൈവാത്മാവിനെ സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പം ആത്മാവിനോടാ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പം തിരുവനന്തപുരത്തോട്ട് വരിക, തിരുവനന്തപുരം പട്ടണത്തിലേക്ക് വരിക. അപ്പൊ എനിക്ക് തിരുവനന്തപുരം പട്ടണത്തെ പറ്റി വലിയ പരിചയമൊന്നുമില്ല. വഴി അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, അവിടുത്തെ ഫുഡിനെ പറ്റി അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഉടനെ തിരുവനന്തപുരത്തുള്ള സഹോദരനെയോ സഹോദരി വിളിച്ചത്, സഹോദരൻ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാനിപ്പോൾ ആ ശാസ്താംകോട്ടെ വന്ന് നിൽക്കുക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്ങോട്ടാണ് ഞാൻ വരേണ്ടത്? അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് പറയും, ബ്രദറെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത് ഇന്ന സ്ഥലത്താണ്, ഇന്ന ഏരിയയിലാണ്, അങ്ങോട്ടേക്ക് ബ്രദർ വാ. അപ്പൊ എന്റെ ചോദ്യം, എങ്ങനെ സിസ്റ്റർക്ക് മനസ്സിലായി? ഞങ്ങളുടെ ജനിച്ച് വളർന്ന ആളല്ലേ. കണ്ടോ? അപ്പൊ എന്നേക്കാൾ നിശ്ചയം നിങ്ങൾക്കുണ്ട്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന നമ്മുടെ അകത്ത മനുഷ്യന് ദൈവാത്മാവുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും ഉണ്ട്.
എന്നാൽ പാപനിമിത്തം ഇത് കെട്ടുപോയി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു, എൻ്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കി. നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, ഇത് കെട്ടുപോയി പാപനിമിത്തം. അതാണ് മരണം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് പാപം ചെയ്തപ്പോൾ മരിച്ചു, കെട്ടുപോയി. ഇത് യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ വന്നിരിക്കുന്ന എന്തിനു വേണ്ടി? നിങ്ങളെ ലോകത്തിന്റെ വെളിച്ചമാക്കാൻ വേണ്ടിയാ. ഞാൻ ആ വഴിയിലോട്ട് പോണില്ല, ഇതിലേക്ക് നിൽക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ എല്ലാം അറിയാം. ഈ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. ഈ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയും, ദൈവത്തിന്റെ ആഴങ്ങളെ പറ്റി പറഞ്ഞു തരും. നമ്മൾ പലപ്പോഴും ഒരു പ്രവചനം കേൾക്കുമ്പോൾ, ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രവചനങ്ങളെ പറ്റി പഠിക്കണം. ആമേൻ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പരസ്പരം കാണാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ ദൈവാത്മാവ് സംസാരം, ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കും, ഇന്ന ഡേറ്റിൽ ജനിച്ചു, ഇതൊക്കെ അംശമാകട്ടോ. ഞാൻ ഈ നമ്മളിലൂടെ വെളിപ്പെടുന്ന പ്രവചനമൊക്കെ പൂർണ്ണമാണെന്ന് വിശ്വസിക്കരുതേ. ഇതൊക്കെ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും തുടക്കത്തിൽ, ഇതിന്റെ ഹയർ ലെവലിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അകത്ത് ഇനി കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതൊന്നും വലിയ സംഭവമാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ നിൽക്കുന്നത് തുടക്കത്തിന്റെ അകത്ത് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സംഭവം വെളിപ്പെടുന്നു. അപ്പം ഒരു കാര്യം വെളിപ്പെട്ട സമയത്ത് ആ വ്യക്തി ഇന്ന സംഭവം, ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു, ഇത്ര നാളായിട്ട്, ഇത്ര വർഷമായിട്ട്, നമ്മൾ ഒത്തിരി കാര്യം കേട്ടതിൽ ഇത്ര വർഷമായിട്ട് ആ സ്ഥല വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിൻ്റെ മേൽ ദൈവം ഒരു വിടുതൽ കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെ മനസ്സിലായി? ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥനാ വിഷയം ഇല്ല. വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ആത്മാവ് ആരാണോ ദൈവാത്മാവിൽ ശുശ്രൂഷിക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാവിനോട് സംസാരിക്കും. ആ വ്യക്തിയുടെ ആത്മാവ് എഫേസ്യ ലേഖനം 3-ാം വാക്യപ്രകാരം ഇങ്ങോട്ട് നോക്കി, അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലമില്ലെങ്കിൽ, ഈ അകത്ത മനുഷ്യന് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാനുള്ള കഴിവില്ലെങ്കിൽ, ബലമില്ലെങ്കിൽ, ആ വാക്ക് നോക്കിക്കേ, ബലം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ബലം എൻ്റെ കൂടെ പറഞ്ഞ ബലം എന്ന് പറ. ആമേൻ. ബലം, ഈ വാക്ക് ശ്രദ്ധിച്ചോണം, ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ ബലപ്പെടണം എന്നുള്ളത് നിർബന്ധവാ ബലപ്പെടണം. ആമേൻ. അപ്പൊ ഇനി ഞാനൊരു വാക്യം കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം വാക്യത്തിൽ, അശേർ ഗോത്രത്തിൽ ഹനുവേലിന്റെ മകനായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്ത് തന്റെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായിരുന്നു. അമ്മച്ചി നോക്കി, 80 വയസ്സുള്ള അമ്മച്ചി ഞാൻ പരിചയപ്പെടുത്താവേ. പേര് ഹന്ന എന്നാണ്. പഴയ നിയമത്തിലെ ഹന്നയല്ല, പുതിയ നിയമത്തിലെ ഹന്ന. ദേവാലയം വിട്ടുപിരിയാതെ, നോക്കിക്കേ, ഉപവാസത്തോട്, 80 വയസ്സുള്ള അമ്മച്ചി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധിച്ചു പോരുന്നു. നമ്മുടെ ഉപവാസവും ഒറിജിനൽ ഉപവാസം ഞാൻ പരിചയപ്പെടുത്താം. ഉപവാസം, ഞാൻ ആദ്യം മലയാളത്തിലെ വാക്ക് ഇന്നലെ പറഞ്ഞായിരുന്നു. മലയാളത്തിലേക്ക് വരുമ്പോൾ കൂടെ വസിക്കുക എന്നും, ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഫാസ്റ്റിംഗ്. അപ്പോൾ ഫാസ്റ്റിങ്ങിന്റെ വ്യാഖ്യാനം വരുമ്പോഴേക്കും ഫുഡിനെ ബ്രേക്ക് ചെയ്യുക എന്നൊരു ആശയമാണ്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു വാക്ക് അവിടെ വരാൻ കാരണം? ഞാൻ ഇന്നലെ പറഞ്ഞു, മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ 3 കാര്യം വേണം: വെള്ളം, വായു, ആഹാരം. ഇത് 3 ഇല്ലെങ്കിൽ വേറെ എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സോ വീടോ കാറോ ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് 3 ഇല്ലെങ്കിൽ ആൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് 3-ൽ ആഹാരത്തിന്റെ പ്രത്യേകത, കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നു, ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അതിന്റെ അർത്ഥം ആഹാരത്തിന് കുഴപ്പമുണ്ടെന്നല്ല. ആഹാരം എന്ത് തിന്നും എന്ത് ഉടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട, ഇതൊക്കെയും ദൈവം അറിയുന്നു. നമ്മുടെ പലപ്പോഴും കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ഈ ആഹാരം വെടിഞ്ഞ് നമ്മൾ പലപ്പോഴും ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ, ഇന്ന് ഉപവാസ പ്രാർത്ഥനയാണ്, ഉടനെ നമ്മളൊരു തീരുമാനം എടുക്കും, ഇന്ന് ഞാനൊന്നും കഴിക്കുന്നില്ല, ഇന്ന് ഞാനൊന്നും കുടിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ നേരെ വന്ന ഒരു പ്രാർത്ഥനാ മുറിയിലോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ഒരു ഹോളിലോ വന്നിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങൾ വന്നിരിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാ. അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടുത്തണം. എന്തിനായി ബലപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അകത്ത മനുഷ്യന് പരിശുദ്ധാത്മാവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഈ വ്യക്തിക്ക് ദൈവത്തിലുള്ള കാര്യങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ വലിച്ചെടുക്കുവാനും തുറക്കുവാനും എടുക്കുവാനുമുള്ള കഴിവുള്ള ഒരാളാണ് അകത്ത മനുഷ്യൻ. പക്ഷെ ഈ വ്യക്തിക്ക് എഫേസ്യ ലേഖന പ്രകാരം ബലം ആവശ്യമാണ്. കണ്ടോ?
ബലം ആവശ്യമാണെന്ന് പറയാൻ കാരണം ഞാൻ ഈ വിഷയത്തിനൊക്കെ ചാടി പോയിട്ട് തിരിച്ചു വരും, ശ്രദ്ധിച്ചിരുന്നോണെ, ഇത് മിസ്സാക്കരുത്, പ്രാർത്ഥിക്കണം. എൻ്റെ ശ്രദ്ധയോ നിങ്ങളുടെ ശ്രദ്ധയോ അല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം വാക്യം വായിക്കുന്ന സമയത്ത് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിറ്റേന്നാൾ പത്രോസ് ലീഗ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിച്ചപ്പോൾ 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. 6-ാം മണി നേരത്ത് അവൻ വളരെ വിശന്നിട്ട്, നോക്കി ആ വാക്കുണ്ടോ, വളരെ പത്രോസിന് വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. ആ വാക്കുകൊണ്ടോ, അദ്ദേഹത്തിന് വിശന്നു. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഭയങ്കര ഒരു വിശപ്പ്. ശ്രദ്ധിച്ചോണെ, പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു വിശപ്പുണ്ടായി, അവന് ഭക്ഷിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അവർ ഒരുക്കുമ്പോഴേക്കും, പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയുള്ള സംഭവം ഒരുക്കുന്ന ടൈമിൽ, ഓർത്തോ, ശരീരത്തിൽ ഭയങ്കര വിശപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. വിശപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ പത്രോസ് എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പം തോൽക്കൊല്ലക്കാരനായ ഷീമോന്റെ വീട്ടുകാർ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ഡൈനിങ് ടേബിളിലോട്ട് ഫുഡ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ആത്മവിവശത, ട്രാൻസിന്റെ അനുഭവം. അതായത് തൻ്റെ അകത്ത മനുഷ്യന് വിശപ്പില്ല, ശരീരത്തിൽ വിശപ്പുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, അകത്ത മനുഷ്യന് വിശപ്പില്ല, പുറമേയുള്ള ശരീരത്തിൽ വിശപ്പുണ്ട്. കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് പെട്ടെന്നൊരു ട്രാൻസ് ഉണ്ടായി, ആത്മവിവശത. അതായത് ആത്മാവിൻ്റെ അകത്തൊരു രൂപാന്തരം, ഒരു പെട്ടെന്ന്. നിങ്ങൾ ട്രാൻസിനെ പറ്റി വിവരിച്ചായിരുന്നു, എടുത്ത് ഞാൻ പറയുന്നില്ല, അതിനുള്ള സമയമില്ല. ട്രാൻസ് നേരത്തെ ഞാൻ എന്താണ് ഈ ട്രാൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്രീക്ക് വാക്കാണ് ട്രാൻസ്. ഗ്രീക്ക് വാക്കിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങിലേക്ക് വരുന്ന അർത്ഥമാണ് ട്രാൻസ്. അടുത്ത വാക്യത്തിൽ ഒരു വിവശത ഉണ്ടായി. ഒരു കാഴ്ച കാണുക, ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടി ഭൂമിയിലേക്ക് ഇരുന്നതുമായി അവൻ കണ്ടു. നോക്കിക്കാണാം, വിശപ്പിലിരുന്നയാള് പെട്ടെന്നൊരു ആത്മാവിന്റെ ദർശനത്തിലേക്ക് കയറി. അപ്പൊ എൻ്റെ ചോദ്യം, വിശപ്പിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ആത്മാവ് പെട്ടെന്ന് എന്ത് ചെയ്തു? നമ്മളാണ് എന്ത് ചെയ്തതിനെ? കഴിച്ചിട്ട് പ്രാർത്ഥിക്കുക, അല്ലേ? കണ്ടോ, നമ്മൾ പറയും കഴിച്ചിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ പത്രോസിന്റെ ആത്മാവിന് പത്രോസിന്റെ ശരീരത്തിന്റെ വിശപ്പിന്റെ മീതെ ഓവർടേക്ക് ചെയ്യുവാനുള്ള ഒരു കഴിവുണ്ട്. പത്രോസ് ഡൈനിങ് ടേബിൾ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പത്രോസിന് ദർശനത്തിലേക്ക് കൊണ്ടുപോയി. അടുത്ത വാക്യം, വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടി ഇറക്കി വിട്ടൊരു പാത്രം വരുന്നത് അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകല നാൽക്കാലിയും ഇടജാതിയും ആകാശത്തിലെ പറവ, നോക്കി, ഒരു പെട്ടിക്കകത്ത് മുഴുവനും ആടും മാടും പറവയും പാമ്പും പഴുതാരയും എല്ലാം കൂടെ ഒരു പെട്ടിക്കകത്തിരിക്കുന്നത്. പഴുതാരയല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ആട് മാട് കോഴി എല്ലാം, പാമ്പ്, നോക്കി, ഇടജാതി എല്ലാം ഉണ്ട്, പറവ. അപ്പൊ ഇതിനകത്തെല്ലാം വരും. എല്ലാത്തിനും ഒരു പെട്ടിക്കകത്താക്കിയിട്ട് സ്വർഗത്ത് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കാണുക. ഞാനിത് പറഞ്ഞുകൊണ്ട് വരുന്നത് ശ്രദ്ധിച്ചോണെ, നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാഴ്ചകൾ കാണത്തില്ല. അതിൻ്റെയൊക്കെ വ്യാഖ്യാനം എന്നാന്നുള്ളത് പറഞ്ഞുതരാം. എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്, എങ്ങനെ വിവേചിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി പോവാം. അപ്പം ഈ ഇഴജാതി ആകാശത്തിലെ പറവകൾ ഉണ്ടായിരുന്നു. പത്രോസിനോട് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. പെട്ടെന്നൊരു ശബ്ദം, അറുത്ത് തിന്നുക. അപ്പം വിശന്നിരിക്കുന്ന ആളോടാണ് സംസാരിക്കുന്നത്. വിശപ്പ് നന്നായിട്ടുണ്ട്, ഭയങ്കര വിശന്നിരിക്കുന്ന ആളോട് നല്ല ഫ്രഷ് മീറ്റ് അറുത്ത് കഴിച്ചോളാൻ പറഞ്ഞ് ദൈവം ഒരു ഓപ്ഷൻ ഇടുക. നമ്മളാണ് എന്ത് ചെയ്തതിനെ? വിശന്നിരിക്കുക എന്ന് ഓർത്തവണേ. പക്ഷെ പത്രോസ് പറയുന്നു, കർത്താവേ, ഒരിക്കലും പാടില്ല. കണ്ടോ, വിശപ്പിനെ അവിടെ ഓവർടേക്ക് ചെയ്യുക, ഒരിക്കലും പാടില്ല. അടുത്ത വാക്യം, അശുദ്ധവോ മലിനവുമായതിനെ ഞാൻ തിന്നിട്ടില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർക്ക് നമ്മളെ പോലെയല്ല. പഴയ നിയമത്തിൽ, ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതില്ല. പഴയ നിയമത്തിൽ ഒറ്റക്കുളമ്പുള്ളൊന്നും കഴിക്കാം. നമ്മളിപ്പോൾ കഴിക്കുന്ന പല സാധനങ്ങളും യഹൂദൻ കഴിക്കത്തില്ല. ഒറ്റക്കുളമ്പുള്ളത് കുറേ റിസ്ട്രിക്ഷൻ അവർക്കുണ്ട്. ഇന്നത് കഴിക്കരുത്, ഇപ്പോഴും വിശ്വാസം വന്നിട്ടും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പഴയ നിയമം ലേവ്യ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കരുത്, ഒറ്റക്കുളമ്പ് കഴിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്. അപ്പൊ യഹൂദനായ പത്രോസ് ലീഹ പറയുകയാണ്, അശുദ്ധവോ മലിനമോ ആയതൊന്നും കഴിക്കരുത്. ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. കണ്ടോ, ഒരു നാളും തിന്നിട്ടില്ല, ചെയ്യത്തില്ല. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട് കൂടെ ഉണ്ടായി. ദൈവം ശുദ്ധീകരിച്ചിട്ട് പിന്നെ നീ എന്തിനാ മല്ലമെന്ന് പറയുന്നത്? കണ്ടോ, അങ്ങനെ 3-ാം പ്രാവശ്യം ഉണ്ടായി. അവസാനം പത്രോസ് ലീഹ അറുത്ത് മുറിച്ച് കഴിക്കുന്നില്ല. ആ ദർശനമാണ്. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, പത്രോസ് ലീഹായ്ക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ പല കാഴ്ച കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? നമ്മൾ പലപ്പോഴും ഒരു കണക്ഷനും ഇല്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത കാഴ്ച കാണുന്നത് എത്ര പേരുണ്ട്? ഒരു ബന്ധവുമില്ല.
ഇവിടെ പത്രോസിന്റെ മൈൻഡ് സെറ്റപ്പ് ഉണ്ട്. ലോകത്തിലുള്ള സകല നാൽക്കാലി, ഇഴജാതി, പറവജാതി എല്ലാം കൂടെ ഒരു പെട്ടിക്കകത്ത്. ഇതെന്ത് കാഴ്ചയാ? ഒരിക്കലും ഒരു പെട്ടിക്കകത്ത് എന്ത് ചെയ്യത്തില്ല, ഇഴജാതി, നാൽക്കാലിയും പറവയും ഒന്നും വരത്തില്ല. അപ്പൊ നിങ്ങളും പലപ്പോഴും ബ്രദറെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്, എനിക്കൊന്നും ഒരു ബന്ധവുമില്ല, ഇതുമായിട്ട് ഒരു കണക്ഷൻ എനിക്ക് ഇതെന്തുവാ ഞാൻ ഈ കാണുന്നത്? കണ്ടോ, പത്രോസ് ഇങ്ങനെ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുക. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ വരുന്ന സമയത്താണ് പല ആൾക്കാരും ദുർവ്യാഖ്യാനത്തിലേക്ക് പോകുന്നത്. ദുർവ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. ഈ കണ്ട ദർശനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, പത്രോസിന്റെ മനസ്സിന്റെ അകത്തിരിക്കുന്ന ഒരു കാര്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. എന്താ ബന്ധം ഞാൻ പറഞ്ഞു തരാം. പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ഷീമോന്റെ വീട് ചോദിച്ചു വന്നു. പത്രോസ് എന്ന് മറുപടിയുള്ള ഷീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു. നോക്കി, പത്രോസിന് ഇപ്പോഴും മനസ്സിലായില്ല എന്താണ് ഈ ദർശനത്തെക്കുറിച്ച്. ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറയുകയാണ്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകുന്നു, ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുക. അപ്പൊ പത്രോസിന്റെ മനസ്സിൽ മൊത്തം എന്തുവാ? ഓർത്തെ വിശപ്പിന്റെ കാര്യം പത്രോസ് അങ്ങ് മറന്നു. ഇതാണ് ആത്മമനുഷ്യൻ നിങ്ങളുടെ ബോഡീനെ ഏറ്റെടുക്കുന്ന സമയം. നിങ്ങൾ നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, പത്രോസ് പുരുഷന്മാരോട് കൂടെ ഇറങ്ങിച്ചെന്ന്, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി പറയുവിൻ. അതിനവൻ പറയുകയാണ്, ശതാധിപന് കിട്ടിയ ദർശനത്തെ പറ്റി പറയുകയാണ്. കൊർന്നല്യോസ് എന്ന ശതാധിപൻ ഉണ്ടായിരുന്നു, അവന്റെ വീട്ടിൽ പ്രസംഗിക്കാൻ വേണ്ടി നിന്നെ വിളിക്കുക എന്നൊക്കെ പറയുക. അങ്ങനെ പത്രോസ് എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതല്ലേ, അവൻ അവരെ അകത്ത് വിളിച്ചു പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരുടെ കൂടെ പുറപ്പെട്ടു. യോപ്പയിൽ സഹോദരന്മാരും കൂടെ ചെന്നു. നോക്കിക്കേ, പിന്നെ അവിടെ യഥാർത്ഥത്തിൽ കാണിച്ച് പത്രോസ് ലീഗ വിശപ്പുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. ഇപ്പൊ ആ കാര്യത്തിൽ നിന്നൊക്കെ പത്രോസ് മറന്നുപോയി. ആത്മമനുഷ്യൻ ജഡത്തെ ഓവർടേക്ക് ചെയ്തു. അതാണ് ഈ അനുഭവം വന്നത്, ഒരാത്മവിവശത. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വയറ് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് നമ്മുടെ ആത്മമനുഷ്യനെ പലപ്പോഴും ഒതുക്കും. എന്നാൽ ആത്മമനുഷ്യൻ നമ്മുടെ വിശപ്പിനെ ഒതുക്കുമ്പോഴാണ് യഥാർത്ഥ ഉപവാസത്തിന്റെ മൈൻഡിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ എവിടെയാണ് നിങ്ങൾ ഒരു ശ്രദ്ധിച്ച് നോക്കുകയാണ്, നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഈ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നോക്കിക്കേ, അവൻ അകത്ത് വന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ കറക്റ്റ് മുഖത്തേക്ക് എൻ്റെ കണ്ണ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ. നമ്മൾ ഭയങ്കര വിഷയം പറഞ്ഞു. കാര്യം ഞാൻ ഈ 2 ദിവസമായിട്ട് ഈ ഒരു ദൈവിക സന്ദേശം എൻ്റെ അകത്ത് വരുന്ന സമയത്ത് മറ്റു വചനങ്ങൾ ധ്യാനിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഒരു ഫൈറ്റ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഭയങ്കരമായ ഇതങ്ങോട്ട് കൺവേ ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, എൻ്റെ കഴിവുകൊണ്ടൊന്നും നടക്കത്തില്ല, പ്രാർത്ഥന നടക്കത്തില്ല, പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ വലിയൊരു വിഷയമാണ്. ലോകത്തിൻ്റെ അകത്തെ ചേഞ്ച് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഘടകമായത്. നോക്കി, അവൻ യോപ്പയിൽ ചെന്നു, സഹോദരന്മാർ കൂടെ പോയി. അവിടെ കൊർന്നല്യോസിന്റെ ചാർച്ചക്കാരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നിങ്ങൾ വായിച്ചാൽ മതി, ആ വാക്ക് മുഴുവൻ പോണില്ല. പത്രോസ് അകത്ത് ചെന്ന് കൊർന്നല്യോസ് എന്ന് പറയുന്നത് യഹൂദനല്ല. അകത്ത് ചെന്ന് കൊർന്നല്യോസിനെ എതിരേറ്റു. അവൻ പത്രോസ് എഴുന്നേൽക്കുക എന്ന് മനുഷ്യനെ പറഞ്ഞു. അവനോട് സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് എന്ന് പറയുന്നത് ഇവിടെ മത്സരിച്ചോണേ 28-ാമത്തെ വാക്യത്തിൽ പത്രോസ് അകത്ത് ചെന്നു, കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. ശതാധിപനാണ്. ചെന്നിട്ട് പറഞ്ഞു, അന്യജാതിക്കാർ അടുക്കൽ ചെല്ലുന്നതോ അവരുമായി പെരുമാറുന്നതോ ചെയ്യുന്നത് യഹൂദ നിഷിദ്ധം എന്ന് നീ അറിയുന്നല്ലോ. ഇതാണ് യഹൂദ ജാതി. ഒരിക്കലും നമ്മുടെ നാട്ടിലെ കൊണ്ടല്ലോ ജാതി പറയത്തില്ല, താഴ്ന്ന ജാതി വലിയ ജാതി എന്നൊക്കെ പറയുന്നത് പോലെ യഹൂദൻ, അവിടെ ഒരു ജാതി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ യഹൂദന്റെ ജാതി സ്പിരിറ്റിനെ പറ്റി പത്രോസ് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, അന്യജാതിക്കാരുടെ വീട്ടിൽ പോയോ കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ തുപ്പട്ടയുടെ അർത്ഥം മനസ്സിലായോ? ഒരു പെട്ടിക്കകത്ത് പാമ്പും വഴുത ലോകത്തുള്ള സകല മൃഗങ്ങളും ഇഴജാതിയും വന്ന് അറുത്ത് ഞാൻ ശുദ്ധീകരിച്ചതിന് നീ എന്തിനാ മലിനമെന്ന് പറയുന്നത്? അതിന്റെ അർത്ഥം ആ ഇറങ്ങി വന്ന പാമ്പിനെയും ആ വന്ന ആടിനെയും കോഴിനെയും അറുത്ത് തിന്നാന്നൊരു ആശയം അല്ലായിരുന്നു ദർശനത്തിന്റെ അർത്ഥം. ഇന്നലെ വരെ നിങ്ങൾക്ക് അറപ്പായിരുന്ന വെറുപ്പായിരുന്ന ഈ ജാതികളായിട്ടുള്ള യഹൂദനല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ പോകണം. ഇത് മനസ്സിൽ കിടക്കുക, ഈ ജാതി സ്പിരിറ്റ് കിടക്കുക യഹൂദന്മാരുടെ ഇടയിൽ. ഇതിനെ തകർക്കാൻ വേണ്ടി ദൈവം ഒരു ദർശനം കാണിക്കുക. മനസ്സിലായോ? ഈ ദർശനം പത്രോസിലേക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. കണ്ടോ?
അപ്പൊ നിങ്ങൾ കാണുന്ന ദർശനത്തെ ദൈവാത്മാവ് കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ എന്റെ ചോദ്യം, എന്തിനാണ് കോംപ്ലിക്കേഷൻ ആക്കുന്ന ദൈവം? ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് പറഞ്ഞാൽ പോരെ, മോനെ എടാ നിങ്ങൾ യഹൂദന്മാരാണ്, നമ്മൾ അങ്ങനെ എല്ലാവരും, യേശു മരിച്ചത് യഹൂദന് വേണ്ടി മാത്രമൊന്നുമല്ല, യേശു ലോക മനുഷ്യന് വേണ്ടിയാണ് മരിച്ചത്, അവിടെ ജാതിയില്ല, നിറവില്ല, ഒന്നുമില്ല. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഒരു തുപ്പട്ട ഇറക്കുന്നത്? എന്തിനാണ് ഒരു കാഴ്ച കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു കുറേ നേരം പത്രോസിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. എഫേസ്യ ലേഖനം 3-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം. അപ്പം ദൈവം സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് അകത്ത മനുഷ്യന് കറക്റ്റായിട്ട് അറിയാം. അതാണ് യേശു പറഞ്ഞത്, ആത്മാവിന് ഒരുക്കമുണ്ട്. ഈ അകത്ത മനുഷ്യൻ എല്ലാം അറിയാം. പുള്ളി സ്വർഗത്തിൽ നിന്ന് വന്നയാളാണ് നമ്മുടെ അകത്തിരിക്കുന്നയാള്. ദൈവം ഊതിയപ്പോൾ ശ്വാസമായി നമ്മളിലേക്ക് വന്നതാണ് ഈ സ്പിരിറ്റ്. ഈ ആൾക്ക് എല്ലാം അറിയാം. പക്ഷെ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു, നമ്മൾ പറഞ്ഞത് പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ മലയാളമായിട്ട് ചെല്ലുമ്പോഴേക്കും ഈ സത്യവേദ പുസ്തകത്തിൻ്റെ അകത്ത് കൂടുതലും പണ്ഡിതന്മാരെ ട്രാൻസ്ലേറ്റ്, പ്രത്യേകിച്ച് POC വരുമ്പോൾ, കാത്തലിക്കിന്റെ POC ബൈബിൾ വരുമ്പോൾ കുറച്ചുകൂടി ലളിതമാണ്. പക്ഷെ സത്യവേദ പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര പാണ്ഡിത്യമായ കടികട്ടിയ വാക്കുകളൊക്കെയാണ്. POC കുറച്ചുകൂടെ ലഘുവായ, പിന്നീട് ട്രാൻസ്ലേറ്റ് സംഭവിച്ചതാണ് POCയിലേക്ക് വരുമ്പോൾ. അപ്പൊ ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത മനുഷ്യനോട് സംസാരിക്കുന്ന അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല. കണ്ടോ, നമ്മുടെ അകത്ത മനുഷ്യൻ ഉടനെ നിങ്ങൾ കാണുന്ന ഒരു സ്വപ്നം, അകത്ത മനുഷ്യനാണ് ശരിക്കും പറഞ്ഞത് ഇത് കാണുന്നത്. അത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആന കുത്താൻ വേണ്ടി ഒരു കാഴ്ച കാണും. നിങ്ങൾ പലരും പറയത്തില്ല, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു കാഴ്ച കണ്ടു, ആന കുത്താൻ എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓടി ചെന്നപ്പോഴേക്കും പെട്ടെന്ന് ആന കുത്താൻ വേണ്ടി വന്നപ്പോൾ ആനയുടെ കൊമ്പിന്റെ നിറം മാറി, ഒരു 10 കൊമ്പായി, അതിനൊരു കൊമ്പ് വന്നു, കാല് വന്നു. അപ്പൊ ഇതെന്തുവാ? ആന ഓക്കെ നോർമലാണ്, ഈ 10 കൊമ്പൊക്കെ എന്നാ വരുന്നത്? ഉടനെ നമ്മുടെ ബുദ്ധി വ്യാഖ്യാനിക്കുണ്ടോ, പിശാശിന്റെ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ അതിനകത്തുണ്ടെന്നേ. ആ ദർശനത്തിന്റെ അകത്ത്, നിങ്ങൾ കണ്ട കാഴ്ചക്കകത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ഒരു സംതിങ് ഉണ്ട്, എന്തോ ഒരു സംഭവമുണ്ട്. അത് നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ മനസ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായതെന്തോ, ആന കുത്താൻ വന്നു, 5 കൊമ്പുള്ളൊരു ആന. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം വാങ്ങി കൊണ്ടുണ്ടോ, വെള്ളത്തിൽ നിന്ന് കയറി വന്ന ഒരു ജീവി, അതിന് 2 കൊമ്പുണ്ട്. ഇതൊക്കെ നമ്മളെന്തോ, ഇങ്ങനത്തെ ജീവി എന്തുവാ? അപ്പൊ ബുദ്ധി കുറേ വ്യാഖ്യാനം കൊടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിനെ പിശാചിന്റെ പോരാട്ടമാണെന്നും ബന്ധനമാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ വെട്ടും കുത്തലും ഒക്കെയാ. അപ്പൊ ആ വഴിക്ക് നമ്മളങ്ങ് പോയി. ഇതാണ് ദുർവ്യാഖ്യാനം. ശ്രദ്ധിച്ചോണം. ഇനി എങ്ങനെ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ആൾ തന്നെയാണ് പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധ ആത്മാവ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തും. ആമേൻ. ഈ മനുഷ്യനാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നത്. നമ്മുടെ അകത്ത്, നമ്മുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരുന്നത് ഈ മനുഷ്യനാണ്. ബുദ്ധിയിലേക്ക് ഇതിനെ കൊടുക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യം നമുക്കറിയാം, സുവിശേഷകരുടെ രാജ്യമാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് ഒത്തിരി സുവിശേഷകരെ ജനിപ്പിച്ച രാജ്യമാണ്. ലോകമെമ്പാടും സുവിശേഷത്തിന് വേണ്ടി സംഭാവന ചെയ്ത രാജ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്ന് 5-8 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത മരിച്ച ഡെഡ് ബോഡികൾ ഉയർപ്പിച്ച കണക്ക് പ്രകാരം 100 കണക്കിന് മരിച്ച ശരീരത്തെ ഉയർപ്പിച്ച ദൈവദാസന്മാർ ജീവിച്ച സ്ഥലം അറിയാവോ? മരിച്ചുപോയ ബോഡി, എൻ്റെ കേട്ടറിവാണ് ഞാൻ പറഞ്ഞത്, 1 മാസം വരെ പഴക്കമുള്ള ഡെഡ് ബോഡീനെ വരെ ഉയർപ്പിച്ചിട്ടുണ്ട് കൊട്ടാരത്തിലെ. ചരിത്രമുണ്ട്. അഭിഷക്തന്മാർ, ദൈവദാസന്മാർ. പക്ഷെ ഈ മണ്ണിപ്പോൾ എന്ത് ചെയ്യുക? സുവിശേഷത്തിൽ നിന്നൊക്കെ പിന്മാറിപ്പോയി 70% നിരീശ്വരവാദികളാണ് ഇവിടെ ഉള്ളത്. അറിയാവോ? ക്രിസ്തുവിന്റെ രാജ്യമായിരുന്നു, അതായത് ക്രിസ്തീയ വിശ്വാസമുള്ള രാജ്യമായിരുന്നു. 70% ആളുകളും പിന്മാറിപ്പോയി. കാരണം അവർ ലോജിക്ക് അന്വേഷിച്ചു. ദൈവപ്രവൃത്തിയും ലോജിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കി. നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ലോജിക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്നത്, നിങ്ങൾ പോകുന്ന ആരാധനാ സ്ഥലങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു സൈൻ ഞാൻ പറയാം, ആത്മാവിൽ ആരാധിക്കുന്നത് കെടുത്തരുത്, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സഭയിൽ പോകരുത്. 2, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, ആത്മാവിനെ കെടുത്തുന്നൊരു സഭയാകരുത്. ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ഒരിക്കലും ദൈവപ്രവൃത്തി, നമുക്കിപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ബ്രദർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര, ഞാൻ മാനസികവാസമായിട്ട് സ്ട്രഗിൾ ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ആരാധനയിൽ പോകണം.
ശക്തമായി ആരാധിക്കുന്ന ദൈവസന്നിധിയിൽ ആരാധനയിൽ കയറി വരുന്ന ശക്തിപ്പെടുന്ന ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ചെന്നിരിക്കണം. അതെന്താ ബ്രദറെ തളർന്നിരിക്കുമ്പോൾ പോകാൻ പറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിപ്പെടുത്തിയാൽ ഈ മനുഷ്യൻ നിങ്ങളെ സ്വർഗീയമായിട്ടുള്ള നന്മകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കുവാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ പല ആൾക്കാരും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പേപ്പർ മേനയൊക്കെ ആയിട്ട് പോകുന്നത്, ബുക്കൊക്കെ ആയിട്ട് പോകും. അവിടെ പോലും ദേവദാസൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ നമ്മളിരുന്ന് നോട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഞാൻ ഒന്നിനെയും വിമർശിക്കുകയോ എതിർക്കുകയോ ഒന്നുമല്ല. നിങ്ങൾ എത്ര നേരം വചനം ഭക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വചനം ഭക്ഷിക്കുമ്പോൾ ഈ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നു. ഇനി ഉപവാസത്തിലേക്ക് ഞാൻ വരാം. ഇതിലേക്ക് വരുമ്പോഴേക്കും നാം ദൈവത്തിന്റെ ആത്മാവിനെ ഇതെല്ലാം വെളിപ്പെടുത്തുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് വിട്ടുപിരിയാതെ ഉപവാസത്തോടെ ദൈവസന്നിധി. ഇപ്പൊ പല ആൾക്കാരും പറയും, ബദറെ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ഉപവാസത്തോടെ പോയി. ശ്രദ്ധിച്ച് പറയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ എന്റെ ഈ ഡിസ്ട്രാക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ഉപവാസം മനസ്സിലാവും. ഇപ്പൊ ഞാൻ രാവിലെ ഇപ്പൊ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എന്റെ ജോലി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫിസിക്കലിയും മെന്റലിയും ഞാൻ കുറച്ചും കൂടെ അലേർട്ടായിട്ട് നിൽക്കേണ്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം. എനിക്ക് ഫിസിക്കലി ഞാൻ കുറച്ചും കൂടെ സ്ട്രെങ്ത് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ മൈൻഡും കുറച്ചും കൂടെ ശ്രദ്ധ വേണം. കാര്യം പറയുന്ന കാര്യങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇച്ചിരി ഇതുണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ഫിസിക്കലി എനിക്ക് അധ്വാനമുണ്ട്, മെന്റലി എനിക്ക് അധ്വാനമുണ്ട് അവിടെ. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്പം ഉപവാസം എടുക്കുക. അപ്പം എൻ്റെ ശരീരത്തിന് എനിക്ക് എനർജി ആവശ്യമാണ്, ആഹാരം വേണം, എന്നെ സ്ട്രെങ്ത് വേണം. അപ്പം ഞാൻ രാവിലെ ഇവിടുന്ന് ഉപവാസത്തോടെ നമ്മൾ ആഹാരം കഴിക്കാതെ ഉപവാസത്തോടെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്, മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ പലരും പല സ്വഭാവക്കാരാണ്, വയലൻ്റ് ആകുന്നവരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ അവിടെ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അപ്പോൾ ഇന്ന് മൂലം പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരുന്നത്. ശ്രദ്ധിച്ച്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം ചിലപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് കായിക അധ്വാനം ഞാൻ അവിടെ ചെയ്യേണ്ടി വരും. കായിക അധ്വാനം ചെയ്യുമ്പോൾ എൻ്റെ ഫിസിക്കലി ഞാൻ എന്ത് ചെയ്യും, വീക്കാവും. ചിലപ്പോൾ ഞാൻ വചനം ഭക്ഷിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഇതെന്തോ പിറുപിറുത്തോണ്ടിരിക്കുന്നത് കണ്ടോ. അല്ല, ഞാൻ വേറൊരു കാര്യം ചിന്തിക്കുക, എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന്? ഇല്ല. ചിലപ്പം അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം, മറുപടി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം അവിടെ നമ്മുടെ ശരീരത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപവസിക്കുകയല്ല, പട്ടിണി കിടക്കുക. കണ്ടോ, ഡിസ്ട്രാക്ഷനുകൾ. നമുക്കവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് പിശാചിനെ ശാസിക്കുക. എന്തുകൊണ്ടായി ശബത്ത് അനുഷ്ഠിക്കാൻ പറഞ്ഞെന്നറിയോ ദൈവം? 6 ദിവസം നീ വേല ചെയ്തിട്ട് 7-ാം ദിവസം നീ എന്ത് ചെയ്യണം? ശബത്ത് അനുഷ്ഠിക്കണം. ശബത്തിന്റെ അർത്ഥം എന്നറിയോ? ശബത്തിന്റെ സമയത്ത് ഒരു പരിപാടിയും ചെയ്യരുത്. കാളയെ കെട്ടാനും പുല്ല് കത്താനൊന്നും പോകരുത്, കാളുകൾ ഒന്നും പോകരുത്. വീടിന്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ആലയത്തിന്റെ അകത്ത് തന്നെ ഇരുന്നോണം. നടക്കുന്നതിന് പോലും ഒരു കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു യഹൂദന്മാർ. അന്നത്തെ ദിവസം ഒന്നും ചെയ്യരുത്, എല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് കൊടുക്കാനുള്ള ടൈമാണ്. അതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കാനുള്ള സമയമാണ് ശബത്ത് എന്ന് പറയുന്നത്. ശബത്ത് അനുഷ്ഠിക്കുക. ആ സമയത്ത് മൊബൈലിൽ കയറാൻ പറ്റത്തില്ല, ആ സമയത്ത് നിങ്ങൾ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, ആ സമയത്ത് നിങ്ങൾ പശുവിനെ പിടിക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു വരുന്ന സമയത്ത് കർത്താവ് നിങ്ങളുടെ ശബത്ത് സമയത്ത് ഒരുത്തൻ കഴുത കുഴിക്കാത്ത കൊണ്ട് നിങ്ങൾ രക്ഷിക്കാൻ പോവുക. അപ്പോൾ അവർ ഭയങ്കര അതികഠിനമായ ഇതിലോട്ട് അങ്ങ് പോയി. എൻ്റെ അർത്ഥം ഒന്നും ചെയ്തില്ലാത്തൊന്നും ചെയ്തിരുന്നോ, വീടിൻ്റെ അകത്ത് നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ എമർജൻസി ആയിട്ടൊന്നും പോരുന്നതല്ല എൻ്റെ അർത്ഥമല്ല. നമ്മുടെ മൈൻഡ് മൊത്തവും ഇതായിരിക്കണം, വിട്ടു പിരിയാതെ. നോക്കിയേ, ദേവാലയം വിട്ടു പിരിയാതെ. ഇനി ആലയത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വിട്ടു പിരിയാതെ. ആരോടായിരിക്കണം വിട്ടു പിരിയാതെ എന്ന വാക്കോട് കൊടുത്തിരിക്കുന്നത്? ആലയത്തിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ്. യെരൂശലേം ദേവാലയത്തിൽ ദൈവമുണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ വിട്ടുപിരിയാതെ ഉപവാസത്തോടും കൂടെ വസിക്കുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഈ ഹന്ന എന്ന് പറഞ്ഞ 80 വയസ്സുള്ള അമ്മച്ചിക്ക് വിശപ്പ് വരത്തില്ല, വരും. പക്ഷേ ഈ അമ്മച്ചി തൻ്റെ അകത്ത മനയുടെ പ്രവാചകി എന്നൊരു പദം കൊണ്ടോ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നയാള്. അപ്പൊ പത്രോസ്ലീഹായ്ക്കുണ്ടായതുപോലുള്ള ട്രാൻസിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരാളായത്. യേശുക്രിസ്തു ക്രൂശിക്കുന്നതിന് മുമ്പുള്ള ഒരാളെ പറ്റി പറഞ്ഞ ലൂക്കോസ് ഈ വാക്യത്തില് ഈ വ്യക്തിയെ പറ്റി പറഞ്ഞത്. ആമേൻ. അപ്പൊ ഈ വ്യക്തി എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാണ്. അപ്പൊ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, അകത്ത മനുഷ്യൻ ദൈവാത്മാവിലൂടെ ഈ വ്യക്തിക്ക് ഭൂമിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥന ഉപവാസവും.
പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള കാര്യങ്ങളെ ആത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഉപവാസവും പ്രാർത്ഥനയും. ആമേൻ. അപ്പൊ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ബ്രദറെ, എൻ്റെ വിഷയം നിങ്ങൾ ആ വഴിക്ക് അങ്ങ് പോവുക. ആ സമയത്ത് കർത്താവ് സംസാരിക്കും. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ബ്രദറെ ഒരു ആന ഓടി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ അതിനെ ശാസിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഞാൻ അതിനെ വെട്ടിക്കൊണ്ടിരിക്കുക. ആനയെ വെട്ടി അവസാനം എന്ത് ചെയ്തു? ഇപ്പൊ ആന കാണുന്നില്ല. കണ്ടോ? അപ്പൊ എന്താണ് ഈ കണ്ടതിന്റെ അർത്ഥം? കണ്ടതിന്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അകത്ത് തമ്പുരാൻ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പുള്ളിക്ക് ബലം കൊടുക്കണം. അകത്ത മനുഷ്യന് സ്ട്രെങ്ത് വേണം. അകത്ത മനുഷ്യനെ ബലപ്പെടുത്തിയാൽ ഈ വ്യക്തി നമുക്ക് പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രവചന ശുശ്രൂഷ ദൈവം എന്നിലൂടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. 2012 മുമ്പ് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. നിങ്ങളെ കാഴ്ചകൾ ഞാൻ കാണാറില്ലായിരുന്നു. എനിക്കിതിനെപ്പറ്റി ഒരു ബന്ധവുമില്ല. ഒരു വ്യക്തിയുടെ ഇടയിലേക്ക് വന്നാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. ഒന്നും മനസ്സിലാകത്തില്ല. ഒരു തോന്നൽ പോലും വരത്തില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ഉണ്ടായ സമയത്ത്, ആളുകൾ എൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ നിന്നും എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക് പല കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വരും. ഇപ്പം ഞാൻ അവരോട് ചോദിക്കും, സഹോദരൻ, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം, എനിക്കത് സംശയത്തോടെ ഞാൻ ചോദിക്കാൻ കാരണം, എനിക്ക് ആ വ്യക്തിയെ അറിയത്തില്ല. ആ വ്യക്തിക്ക് ഇന്ന കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഡൗട്ടോടെ ചോദിക്കും, ഇന്നത് നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറയും, എൻ്റെ സംഭവമാണ്, എൻ്റെ കാര്യങ്ങളാണ് എന്ന് പറയും. അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെ മനസ്സിലായി? കണ്ടോ? അപ്പം നമ്മുടെ അകത്ത മനുഷ്യനോട് പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ സംശയം വരാൻ കാരണം എന്നറിയോ? സംശയം വരാൻ കാരണം അകത്ത മനുഷ്യൻ നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ സ്ട്രെങ്തൻ ചെയ്യാത്തത് കൊണ്ടാണ്, ബലം കൊടുക്കാഞ്ഞുകൊണ്ടാണ്. അപ്പൊ ബലം കിട്ടണമെങ്കിൽ ഈ വ്യക്തി ബലപ്പെട്ടാൽ പുറമേയുള്ള നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ രോഗമായിട്ടിരിക്കുവാണോ, അത്ഭുത സൗഖ്യം വ്യാപരിക്കും. അറിയാവോ? നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. മനസ്സ്, ശരീരം എല്ലാം ഭയങ്കര ബലമായിട്ട് മാറും. തെളിവ് ഞാൻ പറയാം. മോശ 40 രാവും 40 പകലും ദൈവസന്നിധിയിലോട്ട് കയറിപ്പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ബ്യൂട്ടി പാർലറിൽ പോയതിനേക്കാൾ ഭയങ്കര രീതിയിൽ മോശ ഇറങ്ങി വരുക. മോശയെ കണ്ടപ്പം ആൾക്കാർ, ഈ 80 വയസ്സുള്ള അപ്പച്ചനല്ലല്ലോ, ഞങ്ങൾക്ക് മോശ നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എന്നാ തേജസ്സാ. കണ്ടോ? പുറത്ത് അത് റിഫ്ലക്റ്റ് ചെയ്തു, പുറത്ത് അത് വെളിപ്പെട്ടു വന്നു. അകത്ത ദൈവിക സ്പർശനം പുറത്തത് തേജസ്സായി വെളിപ്പെട്ടു വന്നു. ആമേൻ. അപ്പൊ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ, ഞാൻ ഇന്നത്തെ ഈ വിഷയം അതായതുകൊണ്ടാണ്, ഇന്ന് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദിവസവും മീറ്റിംഗ് ഉണ്ട്. യൂട്യൂബിൽ കയറി നോക്കിയാൽ ഇത് ആദ്യം മുതൽ കേൾക്കാം. ആമേൻ. ഇവിടെ നോക്കിക്കേ. അപ്പൊ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓരോ ദിവസവും വചനം കഴിച്ചു, ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ വ്യക്തി എൻ്റെ അകത്തുണ്ട്, ഈ വ്യക്തിക്ക് എല്ലാം അറിയാം. ബ്രദറെ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് എനിക്ക് അറിയത്തില്ല ബ്രദറെ, എന്നാ പ്രശ്നമെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് തളരുക, എനിക്കാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, കുറേ കാളേനെയും അതും ഇതൊക്കെ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കണ്ടോ? പക്ഷെ എന്തൊക്കെയോ ഞാൻ കാണുന്നുണ്ട് ബ്രദർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും കാണാത്ത ആരെങ്കിലും ഉണ്ടോ ബ്രദറെ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ദർശനം പോലും ബ്രദറെ, ഒരു ദർശനം എന്നല്ല, ഒരു കാഴ്ച പോലും കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് അബ്നോർമൽ ആയിട്ടുള്ള കാഴ്ചകൾ, നോർമൽ കാഴ്ചയല്ലാത്ത വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ബന്ധവും ഇല്ലാത്ത. ഇനി ബന്ധമുള്ള കാഴ്ചകളും ഉണ്ട്, രണ്ടും ഉണ്ട്, ഇല്ലാത്ത ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന കാഴ്ചക്കകത്ത് 100 എണ്ണം കണ്ടാൽ അതിനകത്ത് 2 എണ്ണം നമുക്കുള്ള ദൂത് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഇതിനെ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രവചന വരത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും, പ്രത്യേകിച്ച് എല്ലാ കൃപാവരത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, കൃപാവര ശുശ്രൂഷകരെ റെസ്പെക്ട് ചെയ്യുന്നു, കർത്താവിൽ ഉപയോഗിക്കപ്പെടുന്നവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. കാരണം അവരുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടതാണ്. നമ്മളെക്കാൾ ഒരു പടി അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു, പക്ഷേ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടുത്തണം. ചിലർക്കത് ഇൻബിൽറ്റ് ആയിട്ട് ബലപ്പെടുന്നവരുണ്ട്. ചിലപ്പോൾ വിശ്വാസം ജനിക്കുമ്പോൾ തന്നെ ആത്മമനുഷ്യൻ ബലപ്പെട്ടവരുണ്ട്, ബലപ്പെടുത്തിയവരുണ്ട്. അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഒരു ടീച്ച് ചെയ്യുക, അതിനെപ്പറ്റി പറയുന്നുണ്ട്.
അപ്പം ഒരാൾ വന്നിട്ട് അപ്പൊ നിങ്ങൾ ഇത്രയും നാളും കണ്ണോട്ടിരുന്ന പലപ്പോഴും നമ്മൾ ഇന്നാൾ കൊണ്ടൊരു സ്വപ്നം ഒരു സഹോദരി കണ്ടൊരു കാഴ്ച ഞാൻ പറഞ്ഞുതരാം. ആ സഹോദരി കണ്ടൊരു സ്വപ്നം, ഒരു മലയിടുക്കിന്റെ അവിടെ ഒരു താഴേക്ക് നോക്കുന്ന ഒരു സ്വപ്നം കാണുന്നു. മിക്കപ്പോഴും കണ്ടൊരു സ്വപ്നമാണ് താഴെ ഒരു വീട് കാണുന്നൊരു സ്വപ്നം. പിന്നീട് കാണുന്നത് മലയിടുക്കിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന, അത് ആ സഹോദരി കണ്ടൊരു സ്വപ്നമാണ്. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതേ സ്വപ്നം വെളിപ്പെട്ടു. എത്ര പേരത് കേട്ടായിരുന്നു? കേട്ടു. അപ്പൊ ഒരാൾ കണ്ട സ്വപ്നം മറ്റൊരാൾക്ക് എങ്ങനെ വെളിപ്പെടുന്നു? ബൈബിളിലുണ്ട്. യോസേപ്പ് സ്വപ്നക്കാരനായിരുന്നു. രാജാക്കന്മാര് കണ്ട സ്വപ്നത്തെ രാജാവിന് മണ്ടടിച്ചിരിക്കുന്നത് എന്തുവാ കാണുന്നത്, പക്ഷെ അതിനെ പോലും വ്യാഖ്യാനിക്കുവാൻ യോസേഫിന്റെ ആത്മാവിന് കഴിയുമായിരുന്നു. പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇന്നർ മാൻ, അകത്ത മനുഷ്യൻ. ഇതാണ് വിശ്വാസി ഏറ്റവും സീരിയസ് ആയിട്ട് കാണേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആൾ ഈ പുള്ളിയാ. നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, ഇന്ന് ഞായറാഴ്ചയാണ്, ഒരു കാര്യം ചെയ്യും, ഇന്ന് വല്ല ഇറച്ചിയൊക്കെ മേടിച്ച് ഇന്ന് നമ്മൾ പിള്ളേരും എല്ലാം കൂടി ഒന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് ആരോ പറയും ഇന്ന് പള്ളിയിൽ പോകണം, കണ്ടോ ഇറച്ചിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. മക്കളും കൊച്ചുമക്കളൊക്കെ പറയും പോകണ്ട, ഇന്ന് പള്ളിയിൽ പോകണ്ട, അമ്മച്ചി ഇവിടെ ഇരിക്കും, ഒരു ദിവസം പള്ളിയിൽ പോയില്ല എന്നാ പറ്റണം, ആകാശം ഇടിഞ്ഞു പോയിട്ടു. ഇല്ല, പള്ളിയിൽ പോകണം. ആരായി നിർബന്ധിക്കുന്നത്? കണ്ടോ, അകത്ത മനുഷ്യന് വിശപ്പുള്ളവർക്ക് എങ്ങനെ പറ്റത്തുള്ളൂ? ഈ അകത്ത മനുഷ്യന് നല്ല വിശപ്പുള്ളവരാണ് ആരാധനയ്ക്കകത്ത് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ. കണ്ടിട്ടുണ്ടോ? വീടിൻ്റെ അകത്ത് തലപോകുന്ന വിഷയം നടക്കുമ്പോൾ ഞാനിന്ന് പള്ളിയിൽ പോകും. ഭർത്താവ് പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഈ ഒരു ദിവസം വീട്ടിലിരിക്കാൻ മഴയും വെയിലും ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ കിടക്കാൻ മേലേ, അപ്പം നിങ്ങൾക്ക് അതന്നെ. അപ്പം ചെയ്യുന്നത് എൻ്റെ അച്ചായന് ആഗ്രഹമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷയം കടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ആരാധനയ്ക്ക് പോകാൻ ഭയങ്കര നിർബന്ധം. മനസ്സിലാകുന്നുണ്ടോ? വിശപ്പുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഈ പുള്ളിക്ക് ആഹാരം കൊടുത്താൽ എന്നെ സംഭവിക്കുന്ന അറിയാവോ? ഇന്ന് കുടുംബത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത്ഭുതമാകും. ഈ വിശപ്പിനെ തൃപ്തിപ്പെടുത്തണം. ഈ വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു പറഞ്ഞത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി, അതെന്നാന്നുള്ളത് ഇന്നലെ പറഞ്ഞു, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, സമയമില്ല. അപ്പൊ യേശു പറഞ്ഞ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, നിങ്ങൾ വചനം കൊടുത്ത് ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. ആമേൻ. അപ്പൊ നമ്മളെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞിട്ട് ജോലി സ്ഥലത്തൊക്കെ പോയി ഉപവസിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇപ്പോൾ അവിടെ ചെല്ലും ബ്രദറെ എനിക്ക് അവിടെ വലിയ ഇരുന്നുള്ള ജോലിയൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യുക, ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ ഡിസ്റ്റർബൻസ് വേറെ ഒന്നുമില്ല, എനിക്ക് അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും, എനിക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ബൈബിളൊക്കെ വായിക്കും. അങ്ങനെയുള്ളവർക്ക് നല്ല എളുപ്പമാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഈ സ്ട്രഗിൾ ചെയ്യുന്ന അവസാനം വയറും കത്തും, വിശക്കുകയും ചെയ്യും, പിന്നെ നമ്മൾ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യുക. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഇന്ന് ഉപവസിച്ചു, എന്തുവാ ഗുണം? കണ്ടോ? അതിനിടെ ദൈവം സംസാരിച്ചത് മനുഷ്യൻ സംസാരിച്ചത് എല്ലാം മിക്സായി പോയി. വല്ല ഗുണമുണ്ടോ? എന്നാ സംഭവിച്ചു? ഉടനെ കഴിക്കാത്തതുകൊണ്ട് ബോഡി അങ്ങ് ടയേർഡായി. നമ്മൾ പറയും സാത്താൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുക. നിങ്ങളാ ദണ്ണിപ്പിച്ചത്. ആമേൻ. അപ്പൊ നമ്മൾ ആഹാരത്തെ ജയിക്കുന്നതാണ് ആത്മവിവശത. അപ്പൊ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ വരത്തില്ല. നമ്മുടെ ആത്മ മനുഷ്യൻ ബലപ്പെടുന്ന അനുസരിച്ച് പത്രോസ്ലീഗ വിശന്നിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. നമ്മളാണെ പറയുന്നത് കഴിച്ചിട്ട് പോവാം. പത്രോസ് വേണ്ട, വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ ഓടി വരാം. പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഭയങ്കര വയറ് കത്തല്. എന്നാൽ വിശപ്പിനെ ഓവർകം ചെയ്ത് രീതിയിൽ ഒരു ദർശനമുണ്ടായി. അപ്പൊ നിങ്ങൾ ആഹാരം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നത് ഞാൻ ബ്രദറെ ഞാൻ ആഹാരം കഴിക്കുന്നില്ല, ഉപവാസത്തോടെ ഇരിക്കുക ദൈവസന്നിധിയിൽ. അവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വചനം ഭക്ഷിക്കണം. എൻ്റെ കൊച്ചിൻ്റെ വിഷയം, എൻ്റെ കുടുംബ വിഷയം, നാട്ടിലെ വിഷയം, ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുണവും ഇല്ല. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണേ, കൊച്ചിൻ്റെ വിഷയം മാറണേ, അവൻ കളക്ടറാവണേ, അവൻ എഞ്ചിനീയറാവണേ, ഡോക്ടറാവണേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഇങ്ങനെ പറഞ്ഞ് ഇരുന്നുകൊണ്ട് പട്ടിണി കിടക്കുക നിങ്ങൾ. പകരം വചനം ഭക്ഷിക്കണം. ഓ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, എൻ്റെ സഹായം ആകാശമല്ല മനുഷ്യനുമല്ല, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ. കണ്ടോ, അകത്ത മനുഷ്യനെ പോഷിപ്പിക്കും. വചനം കൊടുത്ത് പോഷിക്കുമ്പോൾ ഈ പുള്ളി അങ്ങോട്ട് നിറയും. പെട്ടെന്ന് ഈ പുള്ളി എന്ത് അറിയാവോ, പരിശുദ്ധാത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് ഉടനെ പറഞ്ഞു കൊടുക്കുന്നത് അതാ സൊല്യൂഷൻ. പെട്ടെന്നൊരു കാഴ്ച കാണുക, തുപ്പട്ടയും ഇതുപോലെ ദർശനങ്ങൾ കാണുക. നിങ്ങൾ ഒന്നും മനസ്സിലാകുന്നില്ല. ഉടനെ പിന്നെയും വചനം ഭക്ഷിക്കുക. വചനം ഭക്ഷിക്കും തോറും ഈ ആത്മ മനുഷ്യന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും, എബിലിറ്റി.
അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. എന്തിനാണെന്നറിയാവോ? വളരുന്ന എന്തിനാ? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ലോകത്തോടും നിങ്ങളോടും ഒക്കെ പറയാനുണ്ട്. അത് നിങ്ങളുടെ ബുദ്ധിക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം. ഇതിനേക്കാൾ സിമ്പിളായിട്ട് ഞാൻ വേറെ പ്രസംഗം കേട്ടിട്ടില്ല. കർത്താവ് കുറച്ച് ഗോതമ്പെടുത്തിട്ട് നിലത്തിട്ട് പറഞ്ഞു, കൊണ്ടോ നിലത്ത് വീണ്, കുറേ വന്ന് പശു കൊത്തിക്കൊണ്ടുപോയി, കുറേ കാക്ക കൊത്തിക്കൊണ്ടുപോയി, കുറേ മുള്ളിനിടയിൽ വീണ്, കുറേ പാറമേൽ വീണ്. ശിഷ്യന്മാർ കർത്താവ് ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല, എന്തോ പറയുന്നത്? കർത്താവ് ഗോതമ്പിലിൻ്റെ കാര്യം വല്ലതാണേ പറയുന്നത്. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത്ര ഞാൻ പറഞ്ഞത്. സാരമില്ല, യേശു വ്യാഖ്യാനിച്ചു കൊടുത്ത്. കണ്ടോ എന്താണ് ഗോതമ്പ്, എന്താണ് വിത്ത്? കണ്ടോ? അപ്പൊ എൻ്റെ ചോദ്യം, കർത്താവിൻ്റെ നേരെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു വചനമാണ് വിത്ത്, നിലത്ത് വീണത് എന്താണ്? പക്ഷെ യേശു ഒരു വാക്ക് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ. കണ്ടോ? അപ്പൊ ദൈവം എപ്പോഴും മർമ്മമായിട്ടേ സംസാരിക്കത്തുള്ളൂ. അതിനെ മറ നീക്കി എടുക്കണം നമ്മൾ. അതാണ് യേശു പറഞ്ഞത്. ഡയറക്റ്റ് അത് കർത്താവ് പറയാതെ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി. എടുക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷം വായിക്കുന്ന സമയത്ത് എല്ലാവരും പ്രസംഗം കേട്ടു. പക്ഷെ ചോദിച്ചവർക്കാർ കർത്താവ് റിലീസ് ചെയ്തു. ശിഷ്യന്മാരൊന്ന് ചോദിച്ചു, കർത്താവേ, കേട്ടവരെല്ലാം ഭയങ്കര കൈയടി, എന്നാ ദൂതാ യേശു പറഞ്ഞത്. ഭയങ്കര കയ്യടിയും ആരാധനയൊക്കെയായിരുന്നു അവിടെ നടന്നത്. ശിഷ്യന്മാർക്ക് മനസ്സിലായി ഈ ആരാധനയൊക്കെ വെറുതെയാ, ഇവർക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ഇനി യേശു ഇരിക്കുന്നതുകൊണ്ട് കൈയടിച്ചതാ. അങ്ങനെ പല പ്രസംഗം കേൾക്കുമ്പോഴും നമ്മൾ കൈയടിക്കുന്നത്. ശിഷ്യന്മാരും മിടുക്കന്മാർ അവർ ചോദിച്ചു, കർത്താവ് ഒന്നും പിടി കിട്ടിയില്ല, എന്തുവായി പറയുന്നത്? കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചതാ കാര്യം, ഞാൻ പറഞ്ഞു തരാം. കണ്ടോ? അപ്പൊ എൻ്റെ ചോദ്യം, കർത്താവിന് ഇത് ആദ്യം പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു? വേണ്ട, ഇത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളതല്ല, ഇത് മർമ്മങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത്, ഇപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എവിടെയാണ് ബ്ലോക്ക് ആകുന്നത്? ഇവിടെയാ ബ്ലോക്ക് ആകുന്നത്. എഫേസ്യർ 3:16 അകത്ത മനുഷ്യൻ ബലത്തോടെ എന്ത് ചെയ്തില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയുടെ കുഴപ്പം, ഒരു സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കുറവാ, വളരാൻ സാധ്യത വളരെ കുറവ്. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കുറവാണ്. പക്ഷേ ഞാൻ ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ച പോകുന്നു. അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ പോയിട്ട് ദൈവദാസം പ്രസംഗിക്കും, ഞാൻ പേന കൊണ്ടെല്ലാം നോട്ട് ചെയ്യും, ബൈബിൾ അടച്ചു വെക്കും, അവിടെ നിന്ന് ഉറങ്ങും, തിരിച്ചു വരും. ഇതൊന്നും പോരാ. അകത്ത മനുഷ്യനെ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം 10 വചനം പറയണം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ അകത്ത മനുഷ്യന് കൊടുക്കണം. വൈകിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, ഡിന്നർ കഴിക്കുമ്പോൾ കൊടുക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ ദൈവം സംസാരിക്കും. അങ്ങനെ ചെയ്താൽ ഉറക്കത്തിൽ ദൈവം സംസാരിക്കും. യഹോവ ഭക്തന്മാർക്കും അവൻ ഉറക്കത്തിൽ കൊടുക്കും. കണ്ടോ? രാവിലെ വചനം കൊടുത്ത് അന്യഭാഷയൊക്കെ പറഞ്ഞ് രക്തം ചെയ്യൊക്കെ പറഞ്ഞ് വചനമൊക്കെ ഭക്ഷിച്ച് കിടക്കാൻ വേണ്ടി അതേ വൈകിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുക. കണ്ടോ? നേരം വിളിക്കും, അച്ചായ നമുക്ക് മറുപടി കിട്ടി, ദേ ഇതാ വഴി. ഇത് എവിടുന്ന് കിട്ടി? രാത്രിയിൽ എവിടെ പോയി നീ? ഞാൻ ആത്മാവിൽ എടുക്കപ്പെട്ടു. കണ്ടോ? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ആത്മ മനുഷ്യൻ ബലപ്പെട്ടു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു, ഇന്ന് ആത്മ മനുഷ്യനെ 2026 പ്രാർത്ഥനയുടെ വർഷമാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ ഇന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥന നമുക്ക് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഓൾ നൈറ്റ് പ്രോഗ്രാമുകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, ആത്മാവിൽ ബലപ്പെടുക. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും ജയിക്കുവാനുള്ള കൃപ അകത്തുണ്ട്. പുറത്തെടുക്കുക. ആത്മ മനുഷ്യനെ ബലപ്പെടുത്തുക. വചനം ഭക്ഷിക്കണം. 3 നേരം വചനം ഭക്ഷിക്കണം. കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ദൈവത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഒരു മനുഷ്യനും കൊണ്ട് തരണ്ട. എലിയാവിന് വേണ്ടി കാക്ക വന്നതുപോലെ നന്മ വന്നുകൊണ്ടേയിരിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരും. തലമുറകൾ തന്നെ പറയാം, അമ്മച്ചി ഞാനും പ്രാർത്ഥനയ്ക്ക് വരുവോ കേട്ടോ. വീട്ടുകാർ തന്നെ പറയൂ, നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരുവോ കേട്ടോ. ഇതെന്നാ സംഭവം? കാര്യം നിങ്ങൾ ആത്മ മനുഷ്യൻ ബലപ്പെട്ടാൽ ഇവൻ കയറി തൊടും യേശുവിൻ്റെ നാമത്തിൽ. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. യേശുവേ, എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇന്ന് ദർശനങ്ങളുടെ കലവറകൾ തുറന്നു വരട്ടെ, ആ കാഴ്ചപ്പാടുകൾ മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവൃത്തികൾ ഭവനത്തിൻ്റെ മേൽ ഇന്ന് സംഭവിക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ.
ഇന്ന് സൂമിലും യൂട്യൂബിലും പ്ലാറ്റ്ഫോമിലും ഒക്കെ കേൾക്കുന്നവരെ, ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ്. ഒന്നുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ഈ സമയത്ത് ചില ആൾക്കാർ, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം, ആ വേദന ശരീരത്തിൽ നിന്ന് മാറിയെങ്കിൽ മാത്രം നിങ്ങൾ സാക്ഷ്യം പറയുക. ബ്രദർ, എനിക്ക് ഇപ്പം ചിലപ്പോൾ പുതിയൊരു ട്രെൻഡാണ് ആൾക്കാരുടെ, കുറച്ച് മാറ്റം എനിക്ക് വന്നു. ആ കൂട്ടത്തിൽ പിന്നെ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ 10 പ്രാവശ്യം പറയും, 10 പ്രാർത്ഥനാ വിഷയം കൂടെ പറയും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ വിഷയം പറയേണ്ടത് പറയാൻ കാരണം, ഇത്രയും 419 പേരിരുന്നുകൊണ്ട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരം വെളുത്താൻ തീരത്തില്ല. 1, 2, നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും. അത് ഭയങ്കര എഫക്റ്റീവാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. സഭ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണ്. അപ്പം നമ്മൾ അതിൽ കൂടാതെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ആയിക്കണമെങ്കിൽ നമ്മൾ പ്രെയർ ലൈൻ നമ്പർ ഉണ്ട്. അവർ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന പോരാളികളാണ്. അപ്പം നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ കഴിവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നൊന്നും അല്ല ബ്രദർ. ഇവിടെ ആരെയും എന്ത് ചെയ്യുന്നില്ല, കഴിവ് കൊണ്ടൊന്നും ചെയ്യുന്നില്ല. കർത്താവിൻ്റെ തിരുമുറിവാണ്. ചെക്ക് ചെയ്യുക ബോഡിയിൽ പകുതി മാറ്റം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് ഒരു ആശ്വാസം ശരീരത്തിൽ വരുന്നുണ്ട്. ബ്രദർ, എൻ്റെ പകുതി വേദന മാറി. എൻ്റെ അർത്ഥം എന്നറിയോ? സൗഖ്യം ശരീരത്തിൽ ചലിക്കുവാൻ തുടങ്ങി. അപ്പൊ കൂടുതൽ വചനം കൊടുത്തുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ മുറിവിനാൽ പറഞ്ഞ് അതിനെ ഒട്ടിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, സൗഖ്യം പറയാൻ വേണ്ടി നിൽക്കുന്നവർ പ്രാർത്ഥനാ വിഷയമായിട്ട് ഈ സമയത്ത് വരരുത്. പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന വിഷയത്തിന് ഞാൻ എതിർക്കുന്നൊന്നുമല്ല, ഒരുമിച്ച് പ്രാർത്ഥന. ഇനി അങ്ങോട്ട് നമ്മൾ വർദ്ധിക്കും, ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും. ഈ സൂമിൻ്റെ അകത്തുള്ള കണക്കുകളൊക്കെ വർദ്ധിക്കും. ഈ 10,000, 20,000, 60,000 ഒക്കെ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം വന്ന് എങ്ങനെ ബ്രദർമാരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? അപ്പം നിങ്ങൾ ശക്തിപ്പെടണം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു ശക്തിയിലേക്കും ദർശനക്കാരാക്കി ദൈവം നിങ്ങളെ മാറ്റും, സ്വപ്നക്കാരാക്കി ദൈവം മാറ്റും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ സ്വപ്നക്കാരാക്കി മാറ്റും, ദർശനക്കാരാക്കി മാറ്റും, കർത്താവിൻ്റെ പടയാളികളാക്കി മാറ്റും, ദൈവത്തിൻ്റെ പോരാളികളായിട്ട് മാറ്റും. പക്ഷെ ശ്രദ്ധിച്ചോണേ, കൃപാവരങ്ങളെ വിമർശിക്കരുതേ, ദൈവദാസന്മാരെ വിമർശിക്കാൻ പോകരുതേ, അവരുടെ കുറ്റങ്ങൾ ഓടിക്കാൻ വേണ്ടി പോകരുത്. നമ്മുടെ ലക്ഷ്യം, അവർക്കൊരു കുറ്റമുണ്ടെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ കുറവുകൾ പറഞ്ഞിടക്കല്ല. ബ്രദർ എന്നെ നോക്കിയില്ല, ബ്രദർ എന്നെ മൈൻഡ് ചെയ്തില്ല, ബ്രദർ എന്നെ മാനിച്ചില്ല, ബ്രദർ എന്നെ ചിരിച്ചില്ല, ബ്രദർ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ആ ബ്രദർ അനുഗ്രഹിക്കട്ടെ. ബ്രദർ തിരക്കൊണ്ടായിരിക്കാം. ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരണം. എല്ലാ ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം. യേശുവേ കർത്താവെ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈവച്ചു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അസ്ഥിയുടെ മേൽ, ഞരമ്പുകളുടെ മേൽ, മാംസത്തിൻ്റെ മേൽ, ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ മേൽ, കാന്തിരിക അവയവങ്ങളുടെ മേൽ, ഓരോ അവയവങ്ങളുടെ മേൽ, കർത്താവെ കാഴ്ചയുടെ മേൽ, കേൾവിയുടെ മേൽ, വായുടെ മേൽ, നാവിൻ്റെ മേൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജീവൻ വ്യാപരിക്കുന്നു. യേശുവേ നന്ദി കർത്താവെ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കാഴ്ച കാണിക്കുക. ഒരു വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ ഈ പ്ലാവ് നിൽക്കുന്ന പ്ലാവ് മരം നിൽക്കുന്ന, ചക്കയുണ്ടാകുന്ന പ്ലാവ് മരം നിൽക്കുന്ന ഒരു ഭവനം വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നേരെ കാണാൻ പറ്റും. 1994 ജനിച്ച ഒരു തലമുറയുള്ള ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, പ്രത്യേകിച്ച് ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ആ കുടുംബം ഏതാണോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി സംഭവിക്കുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. പറയാനുള്ളവരല്ലാതെ പറയാൻ വേണ്ടിയാണോ? എന്റെ മോള് 1994 ജനിച്ചതാണ്. പ്ലാവുണ്ട്, ഈ പറഞ്ഞ പോലെ വീടിന്റെ മുൻവശം അല്ലേ? പ്ലാവുണ്ട്. ഇതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ചു തന്ന പ്ലാവിന്റെ കുഴപ്പമല്ല, വീടിന്റെ കുഴപ്പമല്ല, പകരം എൻ്റെ ഉള്ളത് തമ്പുരാൻ പറഞ്ഞു, തലമുറകളുടെ മേൽ നിന്ന് അവകാശം പറഞ്ഞു നിൽക്കുന്ന സകലതും വിട്ടുമാറുക. ഓ ദേശത്ത് തമ്പുരാൻ മാനിക്കുമെന്ന് പറ. തലമുറ മുഖാന്തരം കുടുംബക്കാർ ഇടയിൽ ഒരു ശോഭിക്കുന്ന വിളക്കായിട്ട് കർത്താവ് പ്രിയ മകളെ മാറ്റാൻ വേണ്ടി പോകാൻ എൻ്റെ ഉള്ളത്തിൽ ദൈവം ഇടപെടുക. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിതാക്കന്മാർക്ക് കഴിയാത്തതിനെ തലമുറയിലൂടെ ചെയ്തെടുക്കുന്ന ദൈവം ഉണ്ടെന്ന് കാണാൻ വേണ്ടി പോകാം കേട്ടോ. ഓ പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
ആമേൻ പറഞ്ഞ് സ്വീകരിച്ച സിസ്റ്ററെ, ആ കുഞ്ഞിനെ ദൈവം വിടുതലിന് വേണ്ടി, അവളെ ഉയർച്ചയ്ക്ക് വേണ്ടി തമ്പുരാൻ ഉപയോഗിക്കുക കേട്ടോ. അവൾ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവാത്മാവിന്റെ കൃപയ്ക്ക് ഇന്ന് ദൈവം നടത്തും. ആമേൻ പറഞ്ഞിട്ടെടുത്തു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ നന്ദി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. എല്ലാവരും നമുക്ക് 2 വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ഇന്ന് നമുക്ക് കൊല്ലത്തും കോട്ടയത്തും ഈ മാസം പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. കോട്ടയത്ത് നമുക്ക് ഹോൾ ആയിട്ടില്ല, പറഞ്ഞൊരു ഹോളിൽ വ്യത്യാസം വന്നു. 24-ാം തീയതി കൊല്ലത്തുള്ളവരൊന്ന് ശ്രദ്ധിച്ചോണം. കൊല്ലത്ത് നമുക്ക് 24-ാം തീയതി ആ ഹോള്, ഈ 2 പറഞ്ഞ ഹോളും അവൈലബിൾ ആണോ എന്നൊന്ന് അന്വേഷിക്കണം. കൊല്ലത്ത് ഈ പറഞ്ഞ 2 ഹോള് കേട്ടായിരുന്നു ഞാൻ. ഇത് 2 ഹോളിൽ 24-ാം തീയതി കൊല്ലത്ത് ആ ഹോള് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് പറയണം. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം. എല്ലാവരും പ്രാർത്ഥിച്ച് കൊല്ലത്തുള്ളവരെ വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് വേണ്ടെന്ന് ഒരുക്കി. വീടിൻ്റെ അകത്തിരിക്കാൻ നമുക്ക് ഇനിയൊന്നും സമയമൊന്നുമില്ല. നിങ്ങൾ നോക്കി, ലോകം വളരെ പ്രതിസന്ധിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ ശക്തിപ്പെട്ടില്ലെങ്കിൽ പട്ടുപോകും. വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. പ്രിയരെ സൂക്ഷിക്കണം. ഇത് അന്ത്യ കാലഘട്ടമാണ്. ബലപ്പെടേണ്ട സമയമാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മളെ കുടുംബം, ഇപ്പം നമ്മളെല്ലാവരും സേഫാണ് നമ്മുടെ ചിന്ത. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരുവേ. പക്ഷെ ആത്മാവിൽ ബലപ്പെടുന്ന വ്യക്തികളെ ഭവനത്തിന്റെ മേൽ തീ മതിലുകളെ തമ്പുരാൻ അയക്കും. ആത്മാവിൽ ശക്തിപ്പെടണം, ആത്മാവിൽ ശക്തിപ്പെടണം. സമയം നിങ്ങൾ മാറ്റിവെക്കണം. ആരാധനയ്ക്കും ആരൊക്കെ എതിർത്താലും എന്തൊക്കെ വന്നാലും ഞാൻ യേശുവിന്റെ നാമത്തിൽ നിൽക്കുമെന്നൊരു വാശിയകത്തോട്ട് വരണം. അതിനുവേണ്ടി വില കൊടുക്കണം. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ പരിശുദ്ധാത്മാവേ, ഓ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് ഭവനങ്ങളെ തൊടുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരീരത്തിൻ്റെ അകത്ത് വേദനയുള്ളവർ, ശരീരത്തിൻ്റെ അകത്ത് വേദന, പല ഭാഗങ്ങളിൽ വേദനയുള്ളവരാരെങ്കിലും ഉണ്ടോ? ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വേദനയാൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ രോഗശക്തികളെ പിടിച്ചുകെട്ടും. ആ പ്രഷറും ഷുഗറും ക്യാൻസറും ഏത് മാരക രോഗമായിക്കോട്ടെ, യേശു നമ്മുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. യേശു നമ്മുടെ വേദനകളെ ക്രൂശിൽ വഹിച്ചു. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൽപ്പിച്ചോണം, ഇതിന് ശേഷം ഞാൻ വരും. ശരീരത്തിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പോവാ. ഓ യേശുവേ, യേശുവിൻ്റെ അധികാരം കൃപാവര ശുശ്രൂഷയുടെ സമയമായത്. എല്ലാവരും പ്രാർത്ഥിച്ച് വലിയൊരു പകർച്ച. ഞാൻ എൻ്റെ ഈ ദിവസങ്ങളിൽ പലരുടെയും ഞാൻ കണ്ടുവരുന്നൊരു കാഴ്ച ഞാൻ പറയാം. അനേക ആളുകളുടെ മേലൊരു പകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒത്തിരി ആൾക്കാർക്ക് ആത്മീക ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവർ ശുശ്രൂഷ തലങ്ങളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. അവർ ദർശനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അത് ഞാൻ കാണുന്ന വലിയൊരു സൈനാണ്. ഒരു ഔട്ട് പോറിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. നിങ്ങൾ ഈ സമയം അലക്ഷ്യമായിരിക്കാതെ ദർശനക്കാരായി മാറാൻ പോവുക. ഇതൊരു പ്രവചന ശുശ്രൂഷയുടെ കൂട്ടായ്മയായത്. ഇത് ദൈവം അന്ത്യകാലത്ത് ഒരുക്കുന്ന ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയായത്. നമ്മൾ ഉണർവിന്റെ കൂടെ പൊക്കൊണ്ടിരിക്കുക. ഒരു വലിയൊരു സ്ഫോടനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ മാറ്റാൻ വേണ്ടി പോവുക. അതിൻ്റെ ഒരുക്കത്തിലേക്ക് നമ്മളിങ്ങനെ അത് പൊട്ടാൻ നിൽക്കുക. നമ്മളിപ്പം യേശു വലിയ പ്രവർത്തികൾ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ട് ഒരു സ്ഫോടക വസ്തുവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. എന്നും സംഭവിക്കാം. യേശുവേ, ഓ ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് രോഗികളായി ഭാരപ്പെടുന്ന കൈവച്ച് കൽപ്പിച്ച് യേശുവിന്റെ രോഗത്തെ വഹിച്ചു. യേശുവിന്റെ വേദന ചുമന്നു. കർത്താവിന്റെ ആട്ടിപ്പിടലുകളിൽ ഏത് രോഗമായിക്കോട്ടെ, മെഡിക്കൽ സയൻസിന് ഇനി ഒരു മറുപടി ഇല്ലാത്ത, മെഡിക്കൽ സയൻസിന് ഇനി ഒരു സൊല്യൂഷൻ ഇല്ലാത്ത രോഗമായിക്കോട്ടെ, യേശു വില കൊടുത്തു. പ്രിയരെ, കർത്താവ് മുറിവേറ്റത് ഞാൻ രോഗിയാകാനല്ല. കർത്താവ് മുറിവേറ്റത് എനിക്ക് ക്യാൻസർ വരാൻ വേണ്ടിയല്ല. കർത്താവ് മുറിവേറ്റത് എനിക്ക് രോഗിയായി കിടക്കാൻ വേണ്ടിയല്ല. ഓടുക ലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷിയാകാൻ വേണ്ടി തീരുമാനിച്ച് എനിക്ക് രോഗിയെ കിടക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. വേദനയെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ആ വേദന വേരോടെ പറയുക കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശക്തികൾ, പൈശാചിക ശക്തികൾ, രോഗത്തിന്റെ ദുരാത്മാക്കൾ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹല്ലേലൂയ. കൈവച്ച് നിർത്തരുത്. കൽപ്പിച്ചുകൊണ്ടിരുന്ന വേറെ ശ്രദ്ധ മാറണ്ട. ഇത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ എൻ്റെ ഉള്ളത്തിൽ ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ മോഹനന്റെ ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കർത്താവ് ഒരു കാഴ്ച ആ കുടുംബത്തിന്റെ അകത്ത് ഒരു അടയാളമായി ഒരു വീടിന്റെ പ്ലാൻ പോലത്തെ ഒരു മിനിയേച്ചർ ആണോ അതോ ഒരു വീടിന്റെ പ്ലാൻ ആണോ, വീടുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവം വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ വീടിന്റെ ഒരു ഡിസൈനോ വീടുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവം ആ വീടിന്റെ അകത്ത് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു. മിനിയേച്ചർ പോലെ ഞാൻ കാണുന്നത്, പക്ഷേ ചിലപ്പോൾ അതൊരു കളിപ്പാട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആയിരിക്കാം. അങ്ങനെ ഒരു സംഭവം ഈ മോഹൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഈ മോഹനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബത്തിന്റെ
ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി ഒരു ലേഡീനെ ദൈവം ആ ഭവനത്തിന്റെ അകത്ത് തൊടുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ അത്ഭുതം അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയേക്കുന്ന? അതെ, മോഹൻ എന്ന് പറയുന്ന ആള് മരിച്ചു പോയതാ. ആ ഭവനത്തിന്റെ ഉള്ള ആളാണോ? ആ ഭവനത്തിലുള്ളതാ ആള്. മോഹനും മരിച്ചു പോയതാ. പക്ഷെ ഭാര്യ പാരലൈസ് ആയിട്ട് കിടക്കുക. ഒരു മകനേ ഉള്ളൂ. ആ മകൻ ഈ ദിവസങ്ങളിൽ ആ മകനും ആ അമ്മയുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളിൽ നടന്നു. അവർ ഈഴവരാണ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സഹോദരൻ എന്നെ സിസ്റ്റർ ഇതിനകത്ത് എപ്പോഴും പറയണം, നമ്മൾ മതത്തിന്റെയോ ജാതിയുടെയോ മറ്റൊന്നും ഇതിനകത്ത് പറയരുതേ. ആ കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കുക, ആ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേട്ടത് അത് തന്നെയാണ്. പത്രോസ്ലീഹായിലൂടെ കർത്താവ് വെളിപ്പെട്ടത് അത് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അങ്ങനെ എല്ലാം മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ആ കുടുംബത്തെ നിങ്ങളിലൂടെ ഉപയോഗിക്കും. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. ഞാനതുകൊണ്ട് എപ്പോഴും പറഞ്ഞ പോലെ വീണ്ടും എടുത്ത് പറയാം, നിങ്ങൾക്ക് ആലോചന വെളിപ്പെടുമ്പോൾ മതം, ജാതി, വ്യക്തികൾ, സംഘടനകൾ ഇതിൻ്റെ ഒന്നും പേര് പറയുകയോ ഇതൊന്നും ഇതിൻ്റെ അകത്ത് പറയുകയോ ചെയ്യരുത്. ശ്രദ്ധിച്ചോണം, ചെയ്യരുത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ അനേകർക്ക് അവരെ പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്നും വിടിവിക്കുവാൻ തമ്പുരാൻ വിളിച്ചു. ലോകം അവരെ എന്തും പറഞ്ഞോട്ടെ, ലോകത്തിന്റെ കീഴിൽ എന്തും ആയിക്കോട്ടെ, നമ്മൾ ദൈവമക്കൾ യേശു കൊടുത്ത വിലയാണത്. കർത്താവിന്റെ ക്രൂശിന്റെ വിലയാണത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ ക്രൂശിന്റെ വിലയാണ് ഓരോ മനുഷ്യർ. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, നിറമില്ല, ഒന്നുമില്ല. യേശുവിന്റെ വില നമ്മളെ യേശു ഏൽപ്പിച്ചിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നോട് ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു യോഹന്നാന്റെ ഭവനത്തെ ദൈവം കാണിക്കുക. യോഹന്നാന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് തമ്പുരാൻ പറയുന്നു, ഒരു മഞ്ജുവിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. കുടുംബത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറയുകയാണ്, മഞ്ജുവിനെ ബ്ലസ് ചെയ്യുക. മഞ്ജു മുഖാന്തരം യോഹന്നാന്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കാൻ വേണ്ടി പോവാണ്. യോഹന്നാൻ എന്ന് പറയുന്ന പിതാവിൻ്റെ ഭവനം ഏതാണോ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് മഞ്ജു എന്ന വ്യക്തിയുമായിട്ട് ബന്ധമുള്ള കണക്ഷനുള്ള ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ ഈ മഞ്ജു മുഖാന്തരം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ. പറഞ്ഞു സിസ്റ്ററെ. മോളുടെ മോന്റെ പേര് യോഹന്നാനാണ്. മോളുടെ കൂട്ടുകാരത്തി മഞ്ജു. ഈ പറയുന്നത് യോഹന്നാൻ എന്ന് പറയുന്ന ആരായിരുന്നു? എന്റെ മോളുടെ മോനാണ്, കൊച്ചുമോനാണ്. യോഹന്നാന്റെ ഭവനത്തില് മോളുടെ കൂട്ടുകാരത്തി. ഞാൻ ഇതല്ലാതെ വേറെ കാര്യം ചോദിച്ചു, ഇതുപോലെ തന്നെ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം വേറെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? സൂമിൽ ഈ സഹോദരി അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം ഈ പറഞ്ഞ സഹോദരി അല്ലാതെ മറ്റാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ, ഞാൻ ഈ ഒക്ടോബർ എന്നുള്ള മാസം എടുത്ത് കാണുക. ഒക്ടോബർ കേൾക്കുന്നുണ്ടോ? ഒക്ടോബർ മാസം മോളുടെ വിവാഹ വാർഷികം നിന്നത്. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിയ ദൈവം അവിടെ ചെയ്യുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്, ഈ സഹോദരി മാത്രം മ്യൂട്ട് ആക്കല്ലേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒക്ടോബർ മാസത്തിലാണ് മോളുടെ വിവാഹം അല്ലേ? ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്റർ, ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു വ്യക്തി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഇങ്ങനെ ഭാരപ്പെടുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ആ കുടുംബത്തിൻ്റെ അകത്തൊരു അന്തരീക്ഷത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതായത് ആ ഭവനത്തിൻ്റെ അകത്ത് ഈ ഒരു വ്യക്തി ഇറങ്ങിപ്പോവുകയും ഇങ്ങനെ ചില സമയങ്ങളിൽ പെട്ടെന്ന് നിരാശയോടെ ഇറങ്ങിപ്പോവുകയും പിന്നെ കയറി വരികയും ചെയ്യുന്ന ഒരു കാഴ്ച ആ ഭവനത്തിൻ്റെ അകത്തുനിന്ന് നിരാശപ്പെട്ട് ഇറങ്ങിപ്പോവും, പിന്നെയും തിരിച്ചു കയറി വരും. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കുറെ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് മോനാണ് ബ്രദറെ, ബാങ്ക് അവൻ വണ്ടി മേടിച്ചിട്ട് പൈസ അടക്കാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് അവന് ജോലിക്കും ഒരു സ്ഥിരതയില്ല. ഇപ്പൊ വണ്ടി ഓടിക്കണമെങ്കിലും പൈസ കിട്ടണില്ല. അപ്പൊ ആളൊരു നിരാശയുണ്ട്. പിന്നെ ഇച്ചിരി മദ്യപാനമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇത്തിരി കുറവുണ്ടെങ്കിലും സ്വഭാവത്തിന് വ്യത്യാസം. ഞാൻ പ്രാർത്ഥനക്കൊക്കെ പോകാൻ ഭയങ്കര വിരോധിയായിരുന്നു. ഇപ്പൊ അതൊക്കെ താണു വന്നിട്ടുണ്ടെങ്കിലും
കുറച്ചും കൂടി മാറാനുണ്ട്. ഇവനാണ് ബാങ്കുമായിട്ട് വിഷയമുള്ളത് വ്യക്തിക്കാണോ? ബാങ്കുമായിട്ട് വിഷയമാണ്. അപ്പൊ നമ്മളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ അടയ്ക്കണം. അപ്പൊ പൈസ അടയ്ക്കുമ്പോ ചേട്ടൻ ഇങ്ങനെ പറയും, ഇങ്ങനെ പൈസ കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ അടച്ച മതി സിസ്റ്റർ, മതി മതി. ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മളത് പ്രാർത്ഥിക്കും. യേശുവേ, ഇന്ന് എൻ്റെ ഉള്ളത്തെ കർത്താവ്, ഇന്ന് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ഈ മകനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ആ ഭാവിയെ ദൈവം തുറക്കുക. ഇന്ന് കുടുംബത്തിൽ നിങ്ങൾ ഭാരപ്പെടേണ്ടവരല്ല, വളരേണ്ടവരാ, തഴച്ചു വളരേണ്ടവരാ. പക്ഷേ ജീവിതത്തിന്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയൊരു അനുഭവമാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഇന്ന് ഇപ്പോൾ തന്നെ അവരെ ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന അധികാരത്താൽ ആ ഭവനത്തെ ലിഫ്റ്റ് ചെയ്യുന്നു. കർത്താവെ, ആ ഭവനത്തെ അങ്ങ് തൊടുന്നല്ലോ, അവർ അതിരുകളെ ദൈവമേ അങ്ങ് വിസ്താരമാക്കുന്നല്ലോ, അവരുടെ വേദനകളെ അങ്ങ് അറിയുന്നല്ലോ. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് കർത്താവ് ഇന്ന് തൊടുവാകട്ടോ. യേശുവേ സിസ്റ്റർ, ഞാനിത് പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളത്തിൽ ഒരു സജീനെ കൂടെ കർത്താവ് കാണിക്കുവാണേ. കർത്താവ് ഞാനതിന് കഴിഞ്ഞ ദിവസം പെങ്ങളുടെ മോന്റെ മനസ്സമ്മതമായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവർ രണ്ടാളും ഭയങ്കര മദ്യപാനമായിരുന്നു. പക്ഷെ എല്ലാരും അവരെ ശാസിക്കുമ്പോ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബ്രദറെ, ഈ സജി എന്ന് പറഞ്ഞ ആളോ? ബ്രദറെ, ഇന്ന് കർത്താവ് ഇന്ന് സജിക്കും കൂടെ ഒരു വിടുതലായിട്ട് സംഭവിക്കുക കേട്ടോ. ഈ വ്യക്തി, നിങ്ങളിപ്പോ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്നതിന്റെ മറുപടി സജീനെയും കൂടെ ദൈവം തൊടുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ വലിയ കൃപ അവിടെ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ച് ഇനി ആ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ കൽപ്പിച്ചു പ്രാർത്ഥിച്ചവർ മാത്രം എനിക്കൊരു പൂർണ്ണ സൗഖ്യം എൻ്റെ ബോഡിയിൽ ഉണ്ടായി എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എനിക്ക് ആ ശരീരത്തിന്റെ അകത്ത് ഒരു സൗഖ്യം നടന്നു, എനിക്ക് ആ വേദന ശരീരത്തിൽ നിന്ന് മാറ്റം വന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് എനിക്ക് ഭയങ്കര വേദന, തലേന്ന് തുടങ്ങി പെരുവരൽ തന്തവിരല് വരെ അടി, കാലിന്റെ ഉള്ളനടി വരെ വേദന എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് ഇത്ര നേരം അത് ഇപ്പൊ കുറഞ്ഞു, തീർത്തത്. കുറഞ്ഞെന്നാണോ മാറിയെന്നാണോ? മാറി ഇപ്പൊ വേദനയില്ല, എനിക്ക് ഇരിക്കാൻ പറ്റണ്ടായില്ല ഇവിടെ. ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നുണ്ട് സിസ്റ്റർക്ക്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മോനെന്ന് പറഞ്ഞാല് എന്റെ ഹസ്ബൻഡാണ്. സിസ്റ്ററുടെ ഭവനത്തിന്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വീടുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും വീടിന്റെ പോലത്തെ ഒരു കാശ് കൊടുക്കാൻ കൊച്ചിന് കളിക്കാൻ കൊണ്ടുവന്നത്. ഈ വീടിന്റെ ഷേപ്പാണ് അതിന്? ശരിക്കും വീടിന്റെ ഷേപ്പാ. ഈ സംഭവം വീടിന്റെ അകത്തുണ്ട്? ഉണ്ട്. ഞങ്ങൾ ഇത് കാണാൻ വല്ല വഴിയുണ്ടോ? അല്ലല്ല, വീഡിയോ മാറ്റേണ്ട സിസ്റ്റർ. ഞങ്ങൾ ഈ കാണുന്ന വീടിന്റെ ചിത്രമോ അല്ലെങ്കിൽ ഈ കളിപ്പാട്ടം പൊട്ടിക്കുന്ന വീടിന്റെ ഷേപ്പ് ഉള്ള സാധനവും മോഹനന്റെ പേരും അറിയാൻ വലിയ സാധ്യതയുണ്ടോ? ഇന്ന് കർത്താവ് തൊട്ടു കേട്ടോ, കർത്താവ് തൊട്ടു ഭവനത്തെ യേശുവിന്റെ നാമത്തിൽ. തമ്പുരാൻ ഇന്ന് വലിയ പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുക കേട്ടോ. യേശുവെ, ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. പരിശുദ്ധാത്മാവെ, ഇന്ന് ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് അതിന്റെ ഉള്ളത്തെ കർത്താവ് പറയാ, 8 വർഷം എന്നുള്ളൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. 8 വർഷത്തെ ഒരു കാഴ്ച. 8ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ഏത് മാസമാണ് അത്? 8ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ 8ാമത്തെ മാസം കണക്കൂട്ടിക്ക്. 8 വർഷവും കാണിക്കുന്നു, 8 എന്നുള്ള മാസം എന്നെ കാണിക്കും. 8 എന്നുള്ള മാസം ഏതാ? ജനുവരി, ഫെബ്രുവരി, ഓഗസ്റ്റ്. സിസ്റ്ററെ, സെപ്റ്റംബർ ആണോ ഓഗസ്റ്റ് ആണോ? സിസ്റ്ററെ, ഈ ഓഗസ്റ്റ് മാസം എന്നെ ഭവനത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. ഓഗസ്റ്റ് എന്നുള്ള മാസം, ഓഗസ്റ്റ് എന്നുള്ള മാസം കേൾക്കുന്നുണ്ടോ? ഈ ഓഗസ്റ്റ് മാസം 8 വർഷം എന്നുള്ളൊരു വിഷയവും, അതുപോലെ തന്നെ 8ാം മാസം അഥവാ ഓഗസ്റ്റ് മാസം അല്ലെ, ഓഗസ്റ്റ് മാസം 8 എന്നുള്ളത് വരുന്നത് മാസം വരുന്നത്. ഈ മാസവുമായിട്ട് ബന്ധം ഉള്ളൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിന്റെ അകമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് അതോടൊപ്പം തന്നെ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ചെയ്യാം. അപ്പൊ ഈ 8ാം മാസത്തിൽ ജനിച്ച ഈ മോഹനനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ ഭവനത്തിന്റെ അകത്ത് ബന്ധപ്പെട്ടതുള്ളത്,
ഇനി ഭവനത്തിനുള്ളതാണോ? നിങ്ങളുടെ സർക്കിളിന്റെ അനിയനോ? അനിയനോ ചോദിച്ചതാ. അനിയനാണ്, ഹസ്ബൻഡിന്റെ അനിയൻ. ഹസ്ബൻഡിന്റെ അനിയൻ. ഓ, ഇന്ന് യേശു ഈ രണ്ട് വ്യക്തികളെ, മോഹനനെയും 8ാം മാസത്തിൽ ജനിച്ച, ഈ ഓഗസ്റ്റ് മാസം അല്ലേ, അതിൽ ജനിച്ച വ്യക്തിയെയും 8 വർഷമായിട്ട് കുരുക്കിയിട്ടിരുന്ന 2 വ്യക്തികളെ കർത്താവ് ഇന്ന് വിടുവിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇതുകൊണ്ടാണ് ഭവനത്തിൻ്റെ അകത്ത് നന്മ കയറാൻ കഴിയാതെ, നന്മ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു വഴി കയറും പല വഴി ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം. യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ വെട്ടിവിടുന്നപ്പാ. ആ കുടുംബത്തിന്റെ മേൽ ദിവ്യ സമാധാനം നിറയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച സിസ്റ്ററെ, ആ വിടുതൽ കർത്താവ് ചെയ്യട്ടെ. നന്മ ഭവനത്തിൽ കയറും. നന്ദി യേശുവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ കൃപ വ്യാപനം. ഈ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ ആ വേദനയുടെ മേൽ നിന്ന് ചെക്ക് ചെയ്ത്, യേശുവിന്റെ രോഗത്തെ ക്രൂശിൽ അനുഭവിച്ചു ഞാൻ ഇനി അനുഭവിക്കത്തില്ല. വാശിയകത്തോട്ട് വന്നേ, വാശി വേണ്ടേ. ഇന്ന് രോഗത്തോട് പറഞ്ഞു, നീ ഇല്ലീഗലായിട്ട് എൻ്റെ മേൽ പ്രവേശിച്ചിരിക്കുന്നവനാ, നീ നിയമപ്രകാരം നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല, അതിനെ അറസ്റ്റ് ചെയ്യ്, ആ രോഗത്തെ അറസ്റ്റ് ചെയ്യ്. യേശുവിന് കഴിവുണ്ട്, നമുക്ക് കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അധികാരത്തെ ഒന്ന് ഉപയോഗിച്ച രോഗത്തോട് പറ, ഇതിനെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറ. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ പറ. വേദനയോട് പറ, ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ വേദനകൾ, ദുരാത്മാക്കൾ, ദുരാത്മശക്തികൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങി മാറുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ ഈ പാപ്പു എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര്, ഒരു പിതാവിനെ ഞാൻ അങ്ങനെ കാണുക. പാപ്പു, ഒരു പിതാവിനെ, എനിക്ക് ഒരു വ്യക്തിയെ അങ്ങനെ ഒരു പേരെ വിളിക്കുന്നത്, പാപ്പു എന്ന് വിളിക്കുന്ന വേറെന്തോ അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു വിളിപ്പേര്, അതിന് ഒഫീഷ്യലാണോ അതിന് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നതാണോ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പേര് പറയുന്ന ഒരു ഭവനത്തെ ഒന്ന് കർത്താവ് ലൊക്കേറ്റ് ചെയ്ത് കാണിക്കുക ഇന്ന്. ആ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. അനാവശ്യമായിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ അതിൻ്റെ കാര്യം മനസ്സിലാവും. നിങ്ങൾ ഈ പല സ്ഥലങ്ങളിലും ഒക്കെ ഫിസിക്കൽ മീറ്റിംഗ് വരുമ്പോൾ എനിക്ക് ഇതങ്ങ് കൂടുതലും ഒഴിവാകും. നമ്മൾ ഈ അനാവശ്യം സംസാരിക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് ഒഴിവാകാൻ വേണ്ടിയാണ് പലയിടങ്ങളിൽ ഇപ്പോൾ ഫിസിക്കൽ നേരിട്ടുള്ള പ്രാർത്ഥന വെക്കുന്നതിൻ്റെ കാരണം. അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ എന്താ പറയുക, അവർ നിങ്ങൾക്ക് ചിലപ്പം മ്യൂട്ട് മാറ്റാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവേ നന്ദി കർത്താവേ. കർത്താവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഭവനത്തിന്, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ചെയ്യുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഹോണ്ട എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, ഹോണ്ട കാർ കമ്പനിയുണ്ട്. അതിൻ്റെ ഈ സെഡാൻ, അതായത് മുന്നും ബാക്ക് വശവും ഉള്ള ഒരു വണ്ടിയുണ്ട് ഹോണ്ടയുടെ. സിൽവർ കളറിൽ ഒരു ഹോണ്ട കാറ്, അതിങ്ങനെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു കാഴ്ച. അതായത് വീടിനോട് ചേർന്നുള്ള ഒരു പോർച്ച് പോലെ സ്ഥലത്ത്, പോർച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും, സൈഡ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ആ ഒരു സിൽവർ കളറിലെ കാർ എന്നെ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് എടുത്ത് കാണിക്കുക. ഞാൻ ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ 2 ആൺ തലമുറകളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ വാഹനം നിങ്ങൾക്കത് ചിലപ്പം കേൾക്കുന്ന ആള് ഈ സിൽവർ കളറിലെ ഹോണ്ടയുടെ ഒരു കാറാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ആൺതലമുറയുള്ള ഞാൻ കാണുന്നതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലർ തെറ്റിദ്ധാരണകൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കോ വിമർശിക്കുന്നവരൊക്കെ ചേക്കുമായിരിക്കും. വിമർശിക്കുന്നവർ തെറ്റിദ്ധാരണ ഉള്ളവരെല്ലാം കേട്ടോണം. ദൈവാത്മാവ് എന്തും വെളിപ്പെടും. നമ്മൾ കാണുന്നതാണ്, കാണിച്ചു തരുന്നതാണ് അത് വെളിപ്പെടുത്തുന്നത്. അപ്പം ഈ വണ്ടിയും ഈ തലമുറയുമായിട്ടൊരു കണക്ഷനെ കർത്താവ് എന്നെ കാണിക്കുന്നത്, ഇത് റിലേറ്റ് ചെയ്ത് വലിയൊരു പ്ലാൻ ഇവിടെ ബ്രേക്ക് ആകുക. വലിയൊരു അനർത്ഥം ഈ വാഹനവും ഈ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടുമാറുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വാഹനവും ഈ വണ്ടിയുമായിട്ട്, ഈ നിറത്തിലുള്ള ഈ പറഞ്ഞ വാഹനവുമായിട്ട് 2 ആൺതലമുറയുള്ള ഭവനം. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ, വണ്ടി വീട് കിടക്കുന്ന ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഈ കാറിൻ്റെ മുൻവശത്ത് നിന്ന് നിന്നാൽ ലെഫ്റ്റിലോട്ട് തന്നെയാണ് ഡോർ തുറക്കുന്ന ഓപ്ഷനുള്ള, അല്ലെങ്കിൽ ആ സൈസിലാണ്. അതായത് കാർ ഇട്ടേക്കുന്നത് ആ പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ കാറ് മുമ്പോട്ട് ഇടുന്നെങ്കിൽ പുറകിലാണ് വീടെങ്കിൽ നമുക്ക് ആ ഡോർ കാണാം. പക്ഷേ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നത്, ആ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ എൻ്റെ ഇടതുവശം നീട്ടുന്നത് കറക്റ്റ് ഡോറിൻ്റെ അങ്ങോട്ടാണ്. ഇങ്ങനെ ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ ഭവനം അടയാളമുള്ള ഭവനം ഏതാണോ, കർത്താവിൻ്റെ പ്രവൃത്തി പ്രത്യേകിച്ച് ഈ ആൺതലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ആൺതലമുറ ഞാൻ കാണുന്നത്, അവത്തിൽ ഒരാൺതലമുറയാണ്, മറ്റേതൊരെണ്ണം എനിക്കുള്ളത് ആ വീട്ടിൽ തന്നെ ഉള്ളതാണോ എന്നെനിക്കൊരു എൻ്റെ ഉള്ളത്തിലൊരു ചിന്ത വരുന്നുണ്ട്. ആ ഉള്ളത്
ആ ഭവനത്തിലുള്ളത് രണ്ടാമതുള്ള ആൺതലമുറ അവിടെ ഉള്ളതാണോ എന്നെനിക്കൊരു ചിന്ത വരുന്നുണ്ട്. അങ്ങനെ ഉള്ളതാണെന്ന് വരാൻ കാരണം എന്തോ ഒരു കൺഫർമേഷൻ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറവ് വരുന്നു. ഒരു തലമുറ കൺഫേമാണ്, ആ വാഹനത്തിലൂടെ വന്ന് കയറുന്ന ഒരു ആൺ തലമുറ. മറ്റേ തലമുറ ഇനി അതിൻ്റെ കൂടെ ഉള്ളവനാണോ അറിയത്തില്ല. ഈ വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വലിയൊരു അനർത്ഥം വിട്ടുമാറുന്നു പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് ആ കുടുംബത്തെ തൊടുക. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വാഹനവുമായിട്ട് റിലേറ്റ് ചെയ്ത അനർത്ഥങ്ങൾ വിട്ടുമാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ നന്മയെ സ്വീകരിച്ചാട്ടെ. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ റിലീസ് ചെയ്യുക. കർത്താവേ, ഇന്ന് ആ ഭവനം ആരാണോ, ഏത് വ്യക്തിയാണോ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. നിങ്ങൾ എവിടെ ഇരുന്ന് കേൾക്കുന്ന വ്യക്തിയാണോ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ, കുടുംബത്തിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമുള്ള കുടുംബമാണെങ്കിൽ മാറ്റാം. ഇല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിന് ആ ഭവനമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഏറ്റെടുക്കാതെ സ്വീകരിച്ചോണം. കർത്താവ് തൊടുക. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ വലിയ കൃപ അവിടെ തൊടുന്നപ്പ അനർത്ഥം വിട്ടൊഴിയുന്നു. സമാധാനം ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. യേശുവേ, നിങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. അത്ഭുതകരമായ പ്രവൃത്തിക്കായിട്ട് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വലിയ അനർത്ഥം അവിടെ നിന്ന് മാറിയിരിക്കുക കേട്ടോ. വലിയൊരു പ്രവൃത്തി കർത്താവ് ഇന്ന് ഭവനത്തിൻ്റെ മേൽ ചെയ്തിരിക്കുക. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ പറയാനുള്ളവരാണോ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ മൈക്ക് മ്യൂട്ടാണോ അല്ലേ നോക്കണം എപ്പോഴും. ആമേൻ. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഒരു വീടിൻ്റെ പുറകുവശമാണ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളത്തിൽ കാണിക്കുന്നത്. ആ വീടിൻ്റെ പുറകുവശത്തോട്ട് ഇറങ്ങിയാൽ ഈ കപ്പളങ്ങ അറിയില്ല, പപ്പായ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു മരം അവിടെ നിൽക്കുന്നുണ്ട്. ഈ വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട്, ഈ ഭവനവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുടെ ഇടയിൽ തന്നെ ബിന്ദു എന്നൊരു പേര് കാണിച്ചുകൊണ്ടിരിക്കുക. ഈ രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബിന്ദു എന്നൊരു പേര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഉള്ളത്തിലേക്ക് ഒരു നിയോഗം വരുന്നത്. ഏത് വ്യക്തിയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനം എന്ന് സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. ബ്രദറെ, ഞാനും എൻ്റെ അടുത്തുള്ള ഫ്രണ്ടും കൂടെ സംസാരിക്കും. അവളുടെ നാത്തുവിന്റെ പേര് ബിന്ദു ആണ്. ബിന്ദുവിനെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ബിന്ദുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓ യേശുവിന് കർത്താവ് ആ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ 3 പേരെയും ചേർത്ത് ഇപ്പൊ സിസ്റ്ററെ ദൈവം ഈ 2 പേരെയും കവർ ചെയ്ത് ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. അത് ഇപ്പൊ മാനുഷിക ബുദ്ധി ചിന്തിക്കും ഇതെങ്ങനെ, അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയങ്ങൾ. പക്ഷെ കർത്താവ് പറയാം, ആ 2 കുടുംബങ്ങളെയും തൊടുവാനുള്ള ഒരു ദൈവപ്രവൃത്തി അകത്ത് വെച്ചിരിക്കുക. അതാണ് ഇവർ 2 പേരും സംസാരിക്കുന്നതിനിടയിൽ ബിന്ദു എന്നുള്ള പേരാണ് ചർച്ചാ വിഷയമായിട്ട് കാണുന്നത്. ഇന്ന് ആ വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് അങ്ങനെ അവരുടെ മുമ്പിൽ ഉപയോഗിക്കണമെന്ന് പറയണേ. ദൈവം ആ 2 കുടുംബത്തെ തൊടുവാൻ ദൈവം ഉപയോഗിക്കും. നിങ്ങൾ അതിനുവേണ്ടിയുള്ള സോഴ്സുകളെ കർത്താവ് തുറക്കും കേട്ടോ. നന്ദി യേശു. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് നന്ദിയപ്പ. നമുക്കറിയാം സമയം എനിക്ക് ഒത്തിരി മുന്നോട്ട് പോയി. 11 മണിയായാലും ഇന്ത്യൻ സമയം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ കൊല്ലത്തും കോട്ടയത്തും ഉള്ളവരെ, പ്രത്യേകിച്ച് കണ്ണൂർ, തിരുവനന്തപുരം, എറണാകുളം, ഇവിടെ എല്ലാം ഉള്ളവർ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാ മാസവും പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മാനുഷിക പരിമിതി, ഞാൻ പറഞ്ഞു ദൈവത്തിന് പരിമിതിയൊന്നുമില്ല. നമ്മുടെ കൂടെ ഞാൻ ഓരോ പട്ടണത്തിലും ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള നിങ്ങൾ ഈ ദിവസങ്ങളിൽ പാടും. കർത്താവെ, സഹശുശ്രൂഷ എന്നല്ല, സുവിശേഷ വേലയെ സഹായിക്കുവാനുള്ളൊരു മനോഭാവം ഉള്ളവർ നമ്മുടെ ഇടയിൽ നിന്നും വരണം. ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു മനോഭാവം ഉണ്ടാകണം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ എല്ലാ പട്ടണത്തിലേക്കും വരിക എന്നുള്ളത് മാനുഷിക ബുദ്ധിയിൽ അസാധ്യമെങ്കിലും ഓരോ പട്ടണത്തിലും ജനം എണീക്കണം. പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള പോരാളികൾ. അതിന് കഴിവ് ആവശ്യമാണോ? വേണ്ട. അതിനെന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയില്ല. പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അങ്ങനെയുള്ള ആളുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് സഭയാകാനോ ലോകത്തിലെല്ലാം നമ്മളൊരു കൂടെ ഒരു സ്ഥലത്തിരിക്കാൻ വേണ്ടിയല്ല, ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവത്തിൻ്റെ സേനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്.
അപ്പം ആ സേനയിലേക്ക് എനിക്ക് പങ്കുചേരണമെന്ന് ആഗ്രഹമുള്ളൊരു ഓരോ പട്ടണത്തിലും ഞാൻ പറഞ്ഞല്ലോ, ദൈവാത്മാവിൻ്റെ നമുക്കിങ്ങനെ ഓരോ കറങ്ങി വരുന്നതിനേക്കാൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ അതാണ്. അപ്പം അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് മാനുഷികമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ചെങ്ങല നമുക്ക് ആവശ്യമാണ്. സ്പിരിച്വലി നമുക്കതുണ്ട്, പക്ഷെ മാനുഷികമായിട്ടൊരു ഒത്തൊരുമ ആവശ്യമാണ്. അതുകൊണ്ട് അതിൽ ബലപ്പെടുക. ഓരോ പട്ടണത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. നിങ്ങളാണ് അതിൻ്റെ നെടുന്തൂണ്. ഒരുങ്ങുക. കൊല്ലത്തുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ 24-ാം തീയതി ഹോൾ അവൈലബിൾ ആണെന്ന് അന്വേഷിക്കുക. കോട്ടയത്തുള്ളവർക്കൊന്ന് ചിന്തിക്കുക, നമുക്ക് ആദ്യം പറഞ്ഞ ആ ഹോൾ അവിടെ റെഡിയായില്ല, വേറെ ഏതെങ്കിലും ഹോളുകൾ കോട്ടയത്ത് അന്വേഷിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രെയർ ലൈനിലേക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, എനിക്ക് ഈ ദിവസങ്ങളിൽ കടഭാരങ്ങൾ, കുടുംബത്തിൻ്റെ അകത്ത് എനിക്കൊരു സമാധാനം, മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കൾ കുടുംബത്തെ അലട്ടുന്നവർ, പൈശാചികമായ ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവർ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നടക്കുന്ന പ്രയർ സ്റ്റേഷനിലേക്ക് നിങ്ങൾ വരാം. നമ്മൾ ആദ്യം അന്യഭാഷ പ്രാർത്ഥനയായിട്ട് വെച്ചിരുന്നെങ്കിലും അന്യഭാഷാ പ്രാർത്ഥന ഇനി ഒരു സെപ്പറേറ്റ് അല്ല, എല്ലാവരും അന്യഭാഷാ പ്രാർത്ഥന വേണം. പൗലോസ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അപ്പം അന്യഭാഷയുടെ പകർച്ച നമുക്ക് ആവശ്യമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയത്തുള്ളൂ. ആത്മാവിൽ നമുക്ക് പോരാടണമെങ്കിൽ, ആത്മാവിൽ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആത്മീകപരമായ അന്യഭാഷ വേണം. വചനവും അന്യഭാഷയും നമുക്ക് വേണം. അതിനുവേണ്ടി നിങ്ങൾ പ്രോത്സാഹിക്കണം, ഉത്സാഹിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് യേശുവേ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കുറച്ചു മുമ്പേ ആ ബിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം രണ്ടുപേരുടെ ഇടയിൽ സംസാര വിഷയം ഉണ്ടായെന്ന് പറഞ്ഞ സഹോദരി ഒന്ന് മ്യൂട്ട് മാറ്റാവോ? സഹോദരി ആ കൂട്ടത്തിൽ എന്നോട് കർത്താവിനോട് പറയുകയാണ്, ഈ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും കൂടെ ആ കൂട്ടത്തിൽ പ്രാർത്ഥിപ്പാൻ നിയോഗം തമ്പുരാൻ തരുവാണേ. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ട്. ബിജുവിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ നിർബന്ധം. ആ ഭവനത്തിനും കൂടെ ചേർത്ത് പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് നിർബന്ധം തരുവാണേ. ആ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിച്ചോണേ. ആ വ്യക്തിയെ അറിയാവുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഒരു പെൺകുട്ടിയുള്ള ആളാണിത്. ബിജു എന്ന് പറയുന്ന വ്യക്തി ഒരു പെൺകുട്ടിയുള്ള ഒരാളാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് എല്ലാവരും രോഗികളായി ഭാരപ്പെടുന്നവരെ ഒരുമിച്ച് നമ്മളെല്ലാവരും പരസ്പരം ബ്ലസ് ചെയ്യാൻ വേണ്ടി പോവാം. ഇന്ന് ആ വിഷയങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി മാറും. പ്രത്യേകിച്ച് ജോൺ ബ്രദറിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രിയമകൻ ഹോസ്പിറ്റലിൻ്റെ അകത്തുനിന്നും ആ ക്യാൻസറിൻ്റെ ശക്തികളെ ജയിച്ച് യേശുവിന് പുതിയ അവയവങ്ങൾ കൊടുത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയും. മെഡിക്കൽ സയൻസ് എന്ത് പറയുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഡോക്ടർ പറയുന്നത് ലോകത്തിൽ അദ്ദേഹം പഠിച്ച അറിവാണ്. ലോകത്തിൻ്റെ എല്ലാ സാധ്യതകൾക്ക് അപ്പുറമായൊരു ദൈവം നമുക്കുണ്ട് കേട്ടോ. മെഡിക്കൽ സയൻസ് കുറ്റം പറയല്ല, നമുക്ക് ദൈവമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അദ്ദേഹത്തിനോട് ഓർത്ത് അല്പനേരം ഞാൻ ഇന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. രോഗികളുണ്ടല്ലോ കൈവച്ച്. ഇതിന് ശേഷം ഞാൻ ചോദിക്കുക, വേദന നിങ്ങൾ ശ്രദ്ധിച്ചോണം. പൂർണ്ണ സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവർ, ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയുന്നവർ പിന്നെയും പ്രാർത്ഥിക്കണം. പൂർണ്ണ സൗഖ്യം വേണം. പൂർണ്ണ സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവർ മാത്രം. അല്പം കുറവുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞാൽ അത് ബ്രദറിന്റെ ഡ്യൂട്ടി അല്ല, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പൂർണ്ണ സൗഖ്യം ഞാനത് പറഞ്ഞു തരുവാണ്. യേശു നിങ്ങളുടെ രോഗത്തെ വഹിച്ചു. എൻ്റെ കൂടെ പറയും, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. കർത്താവ് എൻ്റെ വേദന ചുമന്നു. കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ മദ്യപാനത്തിലിട്ട് കുടുംബത്തെ നശിപ്പിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേലും തലമുറകളുടെ മേലും ഭർത്താക്കന്മാരുടെ മേലും ഇന്ന് തലമുറകളുടെ മേലും എല്ലാം വ്യാപരിക്കുന്നു. പ്രത്യേകിച്ച് ഒത്തിരി കുടുംബങ്ങൾ നശിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഞാൻ യേശു എന്ന് പ്രാർത്ഥിക്കുന്നു. അവ കടഭാരം ഇട്ട്, പ്രശ്നം ഇട്ട്, പ്രതിസന്ധി ഇട്ട് കർത്താവ് ഇന്ന് അടഞ്ഞു പോയതിനെയൊക്കെ ഇന്ന് ബ്രേക്ക്. ഈ സമയത്ത് രോഗികളും കൈവച്ച് ഇന്ന് മുഴുവിടുതൽ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുത്തുകയില്ല. എൻ്റെ കൂടെ ഇന്ന് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രോഗത്തെ വഹിച്ചു. യേശുവിന്റെ വേദനകളെ ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ കൃപയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എനിക്ക് അത്ഭുതം, കടഭാരങ്ങൾ, വേദനകൾ, പ്രതിസന്ധികൾ, ആ രോഗങ്ങൾ, കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ ആത്മഹത്യ ടെൻഡൻസി കൊണ്ടുവരുന്ന ചിന്തകൾ, നിരാശകൾ, ഡിപ്രഷനുകൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. അന്യഭാഷ വരവളോ എൻ്റെ കൂടെ നൽകുന്നതിന് അന്യഭാഷ എന്ന് പ്രാർത്ഥിച്ച്, ഓ അന്യഭാഷ എന്ന് പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത്
മോറി കേലീക റാസി കേനിയ. അന്യഭാഷയിൽ നിന്ന് യുദ്ധം ചെയ്ത് ആത്മാവിന്റെ ഭാഷയിൽ സംസാരിച്ച് ആത്മാവിന്റെ ഭാഷയിൽ റോഷേമി കേല റാസെന്റേരിയ അർത്തിയാന റിയാല സെമ്പകാഡാദഹസിയാന്തരി അർപ്പിയ. കുടുംബത്തിന്റെ അകത്ത് ദുരാത്മകൾ ഇറങ്ങട്ടെ, പൈശാചിക ശക്തികൾ ഇറങ്ങട്ടെ, ദുരാത്മ പ്രവർത്തികൾ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിലോ ബ്രാസീൻ ടെലഹസിയാന്തരി. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ ജീവനുണ്ട്. ഞങ്ങളുടെ ശരീരം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ ദേഹിയിൽ, ഞങ്ങളുടെ ദേഹത്തിൽ ഓ യേശുവെ കൃപ വ്യാപരിക്കുന്നപ്പ. അത്ഭുത സൗഖ്യം വ്യാപരിക്കുക, അത്ഭുത സൗഖ്യം വ്യാപരിക്കുക. ഓർ ബൈറ്റേരി മാ കേസ ടേകെ ലാകോ റേകെ ബാറാസെ ഊഷ ലാമെ കെനറാ ടെനഗഡ ദിരിഗമനം തേരിഗദെ അർഥീര റഗലാ തഗഡ റഗഡേ ഡേരേ രേരേ ഓ റാസ തേരേ റീകബ റഗഡേ ദിഗദേ ദിഗദേ ദിഗദേ. ഒരു സോഫിയുടെ ഭവനത്തെ യേശു തൊടുക, സോഫിയുടെ ഭവനത്തെ യേശു തൊടുക. ലംറകേന സംഗല ഹണ്ടരിയ സകേരിയ തോ റാബെ ഖേഡ ധമ ഖാൽബരിയ ഓ റബകന സന്ദഹസ്യാന്തരെ. അനൂപ് എന്ന് പറയുന്ന ഒരു തലമുറയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഉഡാർ മീക്കി ലാ സ്വകേന ലംഡേരിയ റകേനിയ ലംഡോരിയ അർത്തന റഗട്ടേരി മഷ്കലാതേരിയ മോറിക ബഹശലാ ഹമസെൻഡഹാരി ലോകഡമൻ കേസിയാന്തരെ മഹാഡ ദിൽ കരേരിയാന്തരെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ ഭർത്താവിന്റെ സഹോദരനായിട്ടുള്ള തോമസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടയാളം കാണിക്കുന്നു. കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ തീ കത്തുക. റോൽഖേമ റൽഖീന ഭവനത്തിന്റെ മേൽ ഐക്യത വെളിപ്പെടുക. നിരാശകളെ ഞങ്ങൾ എറിഞ്ഞു കളയുന്നപ്പ. ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഡെലിവറൻസ് അനോയിന്റിംഗ്. ഓ റിഖമസ്യ അഭിഷേകം നുകങ്ങളെ ഒടുക്കി മർക്കേരി റാന്തേരി ശംധേരി അർദ്ധേരി ലബസ്കേരി ആന്തേരി. തലമുറകളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. ഓ അവർ നശിക്കുന്ന തലമുറകൾ യേശുവിലേക്ക് മടങ്ങി വരട്ടെ, കുടുംബങ്ങൾ മടങ്ങി വരട്ടെ. ഓ യേശുവിലേക്ക് ഓടി വരും. ഓ യേശുവേ റോഖേമ കറാമ സീറ്റേമ റൂലോഖേ മാസീരി ഓർവികിനി ബഖാറബൽ കിനിയ സുഖാറബന്ദിരി അർബി ഖുറാമ ഖാന കുസ്കിനിയാൽ കിനാറ്റരി ഓ തെരബെരെ ബെരെ ബെരെ ബെരാന്തരി ബറക്കിലിയാന്തരിയ. ഓ യേശുവേ റാഖിരാരാരാരാരാ. ഒരു സിബിയുടെ ഭവനത്തെ യേശു തൊടുകയാണ്. ലെബറോഫസിയാന്തരി മശലാഖേരിയ ഓസ്റ്റിയ റേമിയ ശങ്കനാഹസ്തേ. ജീസസ് 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതകരത്തിന് നന്ദി കർത്താവ്. ഒന്ന് ചെക്കീര വേഗത്തിൽ. ആ രോഗികളായി പ്രാർത്ഥിച്ചവരെ വേദനകൾ യേശു എടുത്ത് മാറ്റുക. കൈവച്ച് യേശുവിന്റെ രോഗത്തെ വഹിച്ചു. കർത്താവിന്റെ വേദന ചുമന്നു. യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം, പൂർണ്ണ സൗഖ്യമാണ് അവന്റെ അവകാശം. യേശുവിനെ തുടർ ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, ആന്തരികവടത്തെ മേൽ അഭിഷേകത്തിന്റെ സൗഖ്യം. ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ 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 ആമേൻ. വേഗത്തിൽ ചെക്ക് ചെയ്തേ. ആ തിരിഞ്ഞോ മറിഞ്ഞോ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? ചെക്ക് ചെയ്തിട്ട് എനിക്കൊരു പൂർണ്ണ സൗഖ്യം എൻ്റെ ബോഡിയിൽ ഉണ്ടായെന്ന് പറയുന്നവർ മാത്രം, എൻ്റെ ശരീരത്തിന് എനിക്ക് പൂർണ്ണ വിടുതൽ ഉണ്ടായെന്ന് പറയുന്നവർ മാത്രം ഒന്ന് മയക്കി മ്യൂട്ട് മാറ്റിക്ക്. ഇന്ന് കർത്താവിന്റെ ആലോചന ഇടപെട്ടവർക്കും ആ പൂർണ്ണ സൗഖ്യം എൻ്റെ മേൽ സംഭവിച്ചു എന്നുള്ളവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. അവർ മാത്രം. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവർ, ആ രോഗമുണ്ടെന്ന് പറഞ്ഞവർ, എൻ്റെ മേലൊരു സൗഖ്യം കർത്താവ് ചെയ്തു എന്ന് ചെക്ക് ചെയ്തവർ ഒന്ന് ചെക്ക് ചെയ്തേ. എത്ര പേര് ചെക്ക് ചെയ്തു? അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എത്ര പേര് ചെക്ക് ചെയ്തു? പ്രാർത്ഥിച്ച് പറഞ്ഞു. എന്റെ മോൻ 15 ദിവസമായിട്ട് ഫോണും വിളിക്കണില്ല, ഫോണ് വിളിച്ച് എടുക്കണമില്ല. ഒരു മരണ വീട് പോലെ ഇരിക്കുകയാണ് ബ്രദറെ. വളരെ സമാധാനക്കേടായിട്ടിരിക്കുകയാണ് ബ്രദർ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ മകൻ കോണ്ടാക്ട് ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ വിഷയങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും? ഒരു ഇതിന്റെ ബീജ് കളറിൽ പെയിന്റിംഗ് ഉള്ള ഒരു വീടും അവിടെ ഗ്ലോബ് പറഞ്ഞിരുന്നു. ഇന്നലെ പറഞ്ഞത് എന്റെ മകളുടെ വിഷയത്തില് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. വലിയൊരു അത്ഭുതം സംഭവിക്കോട്ടെ, വലിയ അത്ഭുതം സംഭവിക്കുക. ഇന്നലത്തെ ആലോചന അല്ലേ ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് വലിയ സാക്ഷിവാക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. പറഞ്ഞു.
ആ ബ്രദറാ 1994 ആ പറഞ്ഞു പ്ലാവുള്ള വീടെന്ന് പറഞ്ഞു. ആ എന്റെ മോന്റെ ജന്മ 1994 ബ്രദറെ. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോകട്ടോ. ആമേൻ ആമേൻ. ഗോഡ് താങ്ക് യു ബ്ലസ് യു. ബ്രദർ. പറഞ്ഞ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ബ്രദർ. പിന്നെ മകളുടെ ജന്മനാളാണ് ഇന്ന്. യേശുവിനെ അത് സ്വീകരിച്ചു സിസ്റ്ററെ. കർത്താവ് വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്യും കേട്ടോ. അമ്മേ സ്തോത്രം. ബ്രദറെ കാര്യം പറഞ്ഞില്ല. ബ്രദറെ ഇപ്പൊ നല്ല തലവേദനയായിരുന്നു. ഇപ്പോഴത്തെ പ്രാർത്ഥനയില് അത് സൗഖ്യമായി, പൂർണ്ണമായി സൗഖ്യമായി. നന്ദി യേശു. അങ്ങോട്ട് അത്ഭുത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമ്മേ. ബ്രദർ ഒരു മോഹൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞു. ഒരു സ്ത്രീ, അത് എന്റെ ഭർത്താവിന്റെ പേര് മോഹൻ എന്നാണ്. ഇന്ന് ആ ഭവനത്തിൽ സ്വീകരിച്ച സിസ്റ്ററെ, ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ വലിയൊരു സ്പർശനം വെളിപ്പെടുക കേട്ടോ. ദൈവത്തിന്റെ അത്ഭുതത്തിനായി തമ്പുരാൻ ഒരുക്കുവാണ്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ബ്രദറെ അനുഗ്രഹിക്കട്ടെ. എന്റെ മോനും 1994 ബ്രദറെ ജനിച്ച. ഒരേ ആലോചന, ഒരേപോലെ വരുന്നവര്, ഒരേ വിഷയത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം കേട്ടോ. എടുത്തു പറയണ്ട, നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഒരേ ആലോചന, ഒരേപോലെ ഒരേ വിഷയം വരുന്നവർക്കും അതേ വിടുതൽ തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഗോഡ് ബ്ലസ് യു. ബ്രദർ ആ വിഷയം ഒന്ന് പറയാമോ ബ്രദർ? ഒന്ന് 1994 ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ സംഭവിക്കുക കേട്ടോ. ഹലോ ബ്രദർ. ആ പ്രൈസ് ദി ലോർഡ്. ബ്രദറെ മകന്റെ പേരാണ് ഭർത്താവ്. ഓ, ഞാൻ പറഞ്ഞല്ലോ, ഒരേ ആലോചന, ഒരേപോലെ വന്നവർ ഏറ്റെടുത്താൽ മതി. എടുത്തെടുത്തെടുത്ത് പറയാൻ തുടങ്ങിയാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. അത് ഒരേ ആലോചന, ഒരേ വിഷയം വരുന്നവർ സ്വീകരിച്ചോ കേട്ടോ. ഹലോ ബ്രദർ. എന്റെ മകന്റെ പേരാണ് പാപ്പു എന്ന് പറഞ്ഞ, ഞങ്ങള് വിളിപ്പേരാണ് ശരിക്കും. ആ മകന് വേണ്ടി അവന് വിളിപ്പേരാ വെളിപ്പെട്ടത് അല്ലേ. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകണം. ആ മകനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാക്ഷ്യം തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഓ സ്തോത്രം. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാമത്തിൽ സ്വീകരിക്കുന്നു. ആമേൻ. ബ്രദർ ഇപ്പൊ പറഞ്ഞല്ലോ, ഇതിനകത്ത് സൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഭർത്താവിന്റെ സഹോദരനാണ് തോമസ് എന്ന് പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ സഹോദരനാ. പിന്നെ ഒരു സിബിയുടെ ഭവനത്തെയും തൊടുന്നതും എന്റെ ഭർത്താവിന്റെ രണ്ടനിയന്മാരാ. ഒരനിയനാണ് തോമസ്, ഒരനിയനാണ് സിബി. അവരുടെ കാര്യങ്ങളാണ്. ഇന്ന് കുടുംബത്തിന്റെ അകത്ത് കർത്താവ് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പോവാന്ന് പറയുന്നത് സിസ്റ്ററെ. ദൈവികമായിട്ടുള്ള സമാധാനം, ദൈവികമായിട്ടുള്ള സ്വസ്ഥതയെ തമ്പുരാൻ ആ കുടുംബത്തിൽ കയറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ആലോചന സ്വീകരിച്ചോണം. കർത്താവ് ചില കാര്യങ്ങളെ കുടുംബത്തിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെട്ടോണേ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഞാൻ ഇന്നലത്തെ പ്രയറിൽ എനിക്ക് എന്റെ വയറിന് സുഖമില്ലാതെ, വയറിന് വേദനയായിട്ട് ഞാൻ 3-4 ദിവസമായിട്ട് വളരെ ഭാരപ്പെടുകയായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥനയിൽ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി എന്റെ വയറിന്. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാട്ടിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്രദർ ഇപ്പൊ ഒരു അനൂപിന്റെ പേര് പറഞ്ഞില്ലേ, അത് എന്റെ എഴുത്തിന്റെ മോനാണ്. അവന് ഇപ്പം അവന്റെ ഭാര്യയായിട്ട് എന്തോ പ്രശ്നത്തിൽ ഭയങ്കര മദ്യപാന ബ്രദർ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു. ഇന്ന് ഞങ്ങളെ ഒരു സാക്ഷ്യമാക്കി കർത്താവ് അവന് വേണ്ടി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഞാനൊരു കാര്യം പറഞ്ഞു. ബ്രദറെ, ഞാൻ ഒരു 2-3 മാസം മുമ്പ് ഞാൻ പറഞ്ഞാൽ എനിക്ക് 18 വർഷം മുമ്പുണ്ടായിരുന്ന അലർജി രോഗം മാറി ആ ഓവർഫ്ലോ വന്നപ്പോ പൂർണ്ണമായി അത് കത്തിക്കഴിഞ്ഞ പോലെ ആയിന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പിറ്റേ ദിവസം പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, നിനക്ക് എങ്ങനെയാ സംഭവിച്ചത്, നീ എങ്ങനെയാ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ ഓവർഫ്ലോ ഇങ്ങനെ പടന്നു വന്നേ. അങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാലും എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് ആ അഭിഷേകം ഞാൻ കടന്നു വന്നില്ല പാസ്റ്ററെ. ഞാൻ ആകെ വിഷമിക്കുക പാസ്റ്റർ. മനസ്സിലായില്ല സിസ്റ്റർ? 18 വർഷമായിട്ട് സിസ്റ്റർ കൊണ്ടായിരുന്ന രോഗം സൗഖ്യമായി.
അത് ഞാൻ എന്റെ അനുസിസ്റ്റോട് പറഞ്ഞ അവര് മെസ്സേജിലാണ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്, മൊബൈലിലൂടെ പറഞ്ഞ എല്ലാവരും കേട്ടു. അപ്പൊ എന്റെ വീട്ടിലെ അടുത്തുള്ളവരെല്ലാവരും എന്നോട് വിളിച്ചു ചോദിച്ചു, നീ എങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വചനം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ വചനം ഈ ഭാഷാപരത്തിൽ സൂചിച്ചുകൊണ്ട് ഒരു ഓവർഫ്ലോ ഇഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അത് പെട്ടെന്ന് എന്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചു, നല്ല തീ ആയിട്ട് വന്നു. അപ്പൊ അതോടുകൂടി എന്റെ ആ അലർജി അങ്ങ് മാറി, 18 വർഷമുള്ള അലർജി മാറി. അങ്ങനെ അപ്പൊ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എന്നോട് വിളിച്ചു ചോദിച്ചവരോടൊക്കെ ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുക്കുകയും ചെയ്ത്. അത് കഴിഞ്ഞപ്പോ മുതലേ എനിക്ക് എന്ത് ചെയ്യാനും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ അഭിഷേകം എന്നിലേക്ക് കടന്നു വന്നില്ല പാസ്റ്റേ. അതാണ് പിശാചിൻ നഷ്ടപ്പെട്ടു പോയി. ഇല്ല സിസ്റ്റർ, അതാണ് ഇല്ലില്ല കേട്ടോ, ഇത് പിശാചിന്റെ തന്ത്രം അതാണ്. ആ സമയത്ത് 18 വർഷമായിട്ടുണ്ടായിരുന്ന രോഗബന്ധനത്തെ അഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഓവർഫ്ലോ. ആ രോഗത്തെ സൗഖ്യമാക്കാൻ വേണ്ടി വന്നതായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ കൂടുതൽ പ്രവാഹം. ഇപ്പൊ രോഗം സൗഖ്യമായതിനു ശേഷം പിന്നെ ഓവർഫ്ലോയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും നമ്മൾ നിറയും, അത് നമുക്ക് നഷ്ടപ്പെടത്തില്ല കേട്ടോ. വൺസ് വന്നാൽ അത് കുറയത്തില്ല, നമ്മൾ അതിനെ ഇനി നിറയ്ക്കണം. അത് ആര് പറഞ്ഞാലും ഇനി ആര് ശാസിച്ചാലും ആർക്കും പരിശുദ്ധാത്മാവിനെ ബന്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അഭിഷേകത്തെ ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. സിസ്റ്റർ ഇനി ചെയ്യേണ്ട കാര്യം, അത് ആ സമയത്ത് സൗഖ്യത്തിനായി വന്ന അഭിഷേകമാണ്, അത് നമ്മുടെ ഉള്ളത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ജ്വലിപ്പിക്കണം. ഇനി സിസ്റ്റർ ചെയ്യേണ്ട ഒറ്റ കാര്യം, അന്യഭാഷ പറയുക, കർത്താവിനെ സ്തുതിക്കുക. തന്നെ ആ സമയത്തുണ്ടാകുന്ന ഫ്ലോകൾ, ദൈവം പല സമയത്ത് നമുക്ക് ഓവർഫ്ലോ തരും. അത് എപ്പോഴും പറഞ്ഞു നിർബന്ധമില്ല, ചിലപ്പോൾ എപ്പോഴും വന്നെന്നും ഇരിക്കും. അപ്പൊ ഇന്ന് വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് പോയെന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ല അതിന്റെ അർത്ഥം. അത് ആവശ്യമുള്ളപ്പോൾ തമ്പുരാൻ പിന്നെയും ചെയ്യും കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാലോ, ആർക്കും പലരുടെയും പേടിയാണ് അത് ബന്ധിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ ബന്ധിക്കാൻ പറ്റുമെങ്കിൽ അഭിഷേകത്തെ ബന്ധിക്കാൻ പറ്റും. നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ ബന്ധിക്കാൻ കഴിയത്തില്ലെങ്കിൽ എൻ്റെ അഭിഷേകത്തെ ആർക്കും ബന്ധിക്കാൻ കഴിയത്തില്ല. അങ്ങനെ തെറ്റായ ചില കാഴ്ചപ്പാടുകളും പഠിപ്പീരുകളും ലോകത്തിലുണ്ട്. അതുകൊണ്ട് പേടിക്കേ വേണ്ട കേട്ടോ സിസ്റ്ററെ. സൗഖ്യം തരാൻ വേണ്ടി ആ ഫ്ലോ വന്നതാണ്. സൗഖ്യം കഴിഞ്ഞു, ആ ഫ്ലോ അകത്തുണ്ട്. ഇനി ആ സമയത്ത് ദൈവം എടുത്ത് ഓവർഫ്ലോ തന്നോളും കേട്ടോ. നിറയുക ആത്മാവിൽ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് മറ്റാർക്കെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവർ, വേദന ഉള്ളവർ, രോഗം മാറിയവർ, കർത്താവ് ഇടപെട്ടവർ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാവും. നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഒത്തിരി സമയം നമ്മുടെ മുമ്പിൽ. പറഞ്ഞു. കണ്ണൂര് പ്രാർത്ഥനയുടെ സമയത്ത് ഒരു അഭിലാഷ് എന്ന് പറഞ്ഞായിരുന്നു. അഭിലാഷിന്റെ വീടിനോട് ചേർന്നൊരു 4 സെന്റ് സ്ഥലം വെറുതെ കിടക്കുന്നു എന്ന് പറഞ്ഞ. എന്റെ വീട് കുമ്മനത്തിലാണ്. എന്റെ സഹോദരന്റെ പേര് അഭിലാഷ് എന്നാണ്. അവിടെ 4 സെന്റ് സ്ഥലം ഒരു 3-4 വർഷമായി മേടിച്ചിട്ട് ഒന്നും ചെയ്യുന്നിട്ടില്ല അതിനകത്ത്. അത് വെറുതെ എങ്ങനെ കിടക്കുവാണ്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. പിന്നെ ഒരു വേണു എന്ന് പറഞ്ഞ് എനിക്കൊരു അമ്മാവനുള്ളതാണ്. ഈ 2 വിഷയങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ജലദോഷം ഒക്കെ ആയത് കാരണം എനിക്ക് പറയാൻ സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴും ഉണ്ട് സൗണ്ടിന്. ഇത് അതായത് കണ്ണൂര് നടന്ന പ്രാർത്ഥനയിൽ സിസ്റ്റർ സൂമി പങ്കുചേർന്നായിരുന്നല്ലേ അന്ന് ഇടപെട്ടത് ആലോചന അല്ലേ? സൂമിലന്ന് തീരുന്നിടം വരെ ഉണ്ടായിരുന്നേ. ഈയിടെ എല്ലാം ജലദോഷവും പനിയായിരുന്നു. സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെ കർത്താവ് എടുത്ത് മാറ്റിയതിന്റെ അടയാളമാണ് കേട്ടോ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. യേശുവെ രോഗം പൂർണ്ണ സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ പോയപ്പോ എനിക്ക് ഹോളി സ്പിരിറ്റിന്റെ ഭയങ്കര ഓവർഫ്ലോ ആയിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് എനിക്ക് കിട്ടി. എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ കമാൻഡ് ചെയ്യുവാണെന്ന് അന്യഭാഷയില്. പക്ഷെ എനിക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് മറ്റുള്ളവരുടെ പ്രവചനം ഉറക്കെ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ദൈവത്തിന്റെ ആത്മാവ് തോന്നിപ്പിച്ചു. പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നാണെങ്കിൽ ഞാൻ ജോലിക്ക് പോയപ്പോൾ രാവിലെ ട്രെയിനിൽ ഇരിക്കുമ്പോഴേ മൊബൈൽ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോഴ് എന്നോട് തന്നെ പ്രവചനം പറയുകയാണ്. എന്നോട് തന്നെ ഞാൻ പ്രവചനം പറയാ. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പം പിന്നെ പകുതി അവളോട് പ്രവചനമായിരുന്നു. ഞാൻ കർത്താവേ ഞാനിത് പ്രാർത്ഥിക്കുമല്ലോ, അവളോട് ഇങ്ങനെ പ്രവചനം പറയുവാണല്ലോ എന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് എല്ലാവരെയും ആഗ്രഹിക്കുന്നുണ്ട്. സിസ്റ്റർ ചെയ്യേണ്ട ഒറ്റ കാര്യം, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ധൈര്യം ഉണ്ടാവും. നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ടല്ല. കോൺഫിഡൻസ് ഒക്കെ ദൈവം നമുക്ക് തരുന്നതാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മ മനുഷ്യനിലൂടെ തമ്പുരാൻ നമ്മുടെ ജഡ മനുഷ്യനെ ബലപ്പെടുത്തും കേട്ടോ. അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും കർത്താവ് വർദ്ധിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. എന്റെ മോനെ വിളിക്കുന്നത് പാപ്പു എന്നാണ്.
അത് ഏറ്റെടുത്തു സിസ്റ്ററെ. ഞാൻ പറഞ്ഞല്ലോ, ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ എടുത്തു പറയണ്ട. ഒരാൾ പറഞ്ഞതിന് ശേഷം അതേ ആലോചനയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, ആ വിഷയമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, അത് സ്വീകരിച്ചാൽ മതി. എടുത്തു പറയണം നിർബന്ധമില്ല കേട്ടോ. കാര്യം സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, അവൻ അത്ഭുതമാവും സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ കർത്താവ് ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, പറഞ്ഞു. എന്റെ മോളുടെ ഒരു കമ്മല് കളഞ്ഞു പോയി. കുറച്ചു ദിവസമായി ആ കമ്മല് കളഞ്ഞിട്ട്, പക്ഷെ ഇതുവരെയും കിട്ടിയില്ല. അതിനുശേഷം എന്തോ ഒരു വിഷമം, അത് കിട്ടാതെ ആയപ്പോ. സിസ്റ്റർ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥന അത് പറഞ്ഞോളാം. ഞാൻ മടങ്ങി വരും, എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, അത് നന്മയാക്കി എനിക്ക് വരും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. അത് മടങ്ങി വരും, ഞാനത് കാണും തന്നെ പറഞ്ഞു കേട്ടോ. എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ഈ വാക്യം പറ, ആ നന്മ മടങ്ങി വരും. കർത്താവ് ഒരു സാക്ഷിയാക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല. പറഞ്ഞു ഹലോ പറഞ്ഞു ബ്രദറെ, ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ്. ആ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചിനകത്ത് ഭയങ്കര പ്രയാസം വരും. ഇങ്ങനെ നെഞ്ചടച്ചിട്ട് ശ്വാസം വിടാൻ പോലും പറ്റാത്ത പോലെ ആകുക. അതുപോലെ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ട് വരിക. ചിലപ്പം കുളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ തലയിൽ കൂടെ വെള്ളം ഒഴിച്ച് അങ്ങനെ നെഞ്ചി വന്ന് അടയ്ക്കുക. അങ്ങനെ ഭയങ്കര പ്രയാസം. അപ്പൊ രണ്ട് കൈ കൊണ്ടും ഉള്ളം കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ അമർത്തി പിടിച്ച് ഒരു 10 മിനിറ്റെങ്കിലും അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഇപ്പൊ കുറച്ചായിട്ട് തുടങ്ങിയാണത്. അത് ഇപ്പൊ ഈ പ്രാർത്ഥിക്കുമ്പം എനിക്ക് കുറെ വ്യത്യാസം അതിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കാരണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പോലും ചിലപ്പോ ഞാൻ കിടന്നുകൊണ്ടായിരിക്കും പ്രാർത്ഥന കേൾക്കുക. ഈ ഇടയായിട്ട് തുടങ്ങിയത്, അത് 1 മാസം കൂടുതലായി. ഭയങ്കര പ്രയാസം അതങ്ങനെ വരണത്. ഇനി അത് മേലെ വരത്തില്ല സിസ്റ്റർ കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉള്ളവരുണ്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠകരമായ കൃപകൾക്കായി നന്ദി പറയുന്നു. എല്ലാ മേഖലയിലും നന്മയാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസം